ദൈവവചന ധ്യാനത്തിനേക്ക് വേണ്ടി നമുക്കൊരു വേദഭാഗം വായിച്ചുകൊണ്ട് ആരംഭിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 19, 20, 21 വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കുന്നത് ഉചിതമാകും. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറേ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രനെന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. കേട്ടവർ എല്ലാവരും വിസ്മയിച്ചു. യെരൂശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചുകെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകാനല്ലോ വന്നത് എന്ന് പറഞ്ഞു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. വായിച്ച മനോഹര തിരുവെഴുത്തിനായി ദൈവത്തിന് മഹത്വം. വിശുദ്ധ തിരുവെഴുത്തിലെ ഏറെ മനോഹരമായ ഒരു സംഭവത്തിൻ്റെ ദൃക്സാക്ഷി വിവരണമാണ് വായിച്ചിട്ടുള്ള വേദഭാഗം. ദൃക്സാക്ഷി വിവരണമെന്ന് നേരിട്ട് പറഞ്ഞുകൂടാ. കേട്ട വാമൊഴികളെ, വസ്തുതകളെ ആസ്പദമാക്കിക്കൊണ്ട് പൗലോസ് എന്ന മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ ക്രിസ്തു സന്ദർശനത്തിൻ്റെ നേർരേഖ, അതാണ് ഈ വായിച്ച വചനം. നമ്മൾ മത്തായിയുടെ സുവിശേഷം 28-ന്റെ 18, 19, 20 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ 11 പേരെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മഹാനിയോഗം നൽകി അയക്കുന്ന കാഴ്ച കാണാം. ഭൂലോകമെമ്പാടും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗം. വേദപുസ്തകത്തിൻ്റെ പലയിടങ്ങളിൽ ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള ആ നിസ്തുല്യ സുവിശേഷം പങ്കിടാൻ സഭയെ ആഹ്വാനം ചെയ്യുന്ന വേദഭാഗങ്ങൾ കാണാം. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് കഷ്ടം എന്ന് ഏറ്റുപറയുന്ന പൗലോസ്ലീഹയുടെ നിലനിൽപ്പും നിലപാടുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ ഭൂപ്രദേശത്ത് ഒരു സുവിശേഷ ഘോഷണത്തിന് ഈ സഭ ഇങ്ങനെ തയ്യാറാകുമ്പോൾ അതൊരു മഹാനിയോഗത്തിൻ്റെ അനുസരണമാണ്. ഈ മഹാനിയോഗത്തിൻ്റെ അനുസരണം തീർച്ചയായും ഫലവത്തായ വലിയ ഗുണപരമായ റിസൾട്ട് ഉൽപ്പാദിപ്പിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ദേശത്തിന് അനിവാര്യമായ ഒരു സുവിശേഷ സന്ദേശം ഈ 3-4 രാത്രികളിൽ കേൾക്കുമ്പോൾ ഒരു കാര്യം അറിഞ്ഞുകൊള്ളണം: ഈ ദേശം അനുഗ്രഹിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം സൃഷ്ടിക്ക് ആധാരമായിരുന്നത് വചനമാണ്. സകലത്തെയും വചനത്താലാണ് സൃഷ്ടിച്ചത്. വചനത്താലാണ് ഇന്നും ഈ പ്രപഞ്ചത്തെ, ചരാചരങ്ങളെ നിലനിർത്തിയിട്ടുള്ളത്. വചനമാണ് സകലത്തിൻ്റെ ആധാരമെങ്കിൽ സൃഷ്ടിക്ക് ഹേതുവായ അതേ വചനത്തിൻ്റെ ഉടമ ആ കർത്താവായ യേശുവാണ്. ആ യേശുവിനെ തന്നെ ദൈവവചനം എന്ന പര്യായ പ്രയോഗത്തിലൂടെയാണ് തിരുവെഴുത്ത് പരിചയപ്പെടുത്തുന്നത്. ആ കർത്താവിൻ്റെ വചനം കേൾക്കുന്നത് ഈ ദേശത്തിന് സൗഖ്യവും ആശ്വാസവും വിടുതലും രക്ഷയുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് കേവലമായൊരു വാഗ്ദാനമല്ല, മറിച്ച് യേശുക്രിസ്തു മുഖാന്തിരം ജയമനുഭവിച്ച, വിടുതലനുഭവിച്ച, രക്ഷ അനുഭവിച്ച ആയിരക്കണക്കിനായ, പതിനായിരക്കണക്കിനായ, ലക്ഷക്കണക്കിനായ അല്ല ജനകോടികളുടെ തന്നെ അനുഭവമാണ് രക്ഷയ്ക്ക് കാരണഭൂതൻ യേശുക്രിസ്തു മാത്രം. ഹല്ലേലൂയ. ആ യേശുവിനെയാണ് പാട്ടിലൂടെ അല്ലെങ്കിൽ പ്രസംഗത്തിലൂടെ ഞങ്ങൾ ഉയർത്തുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്നത് എന്ന സന്തോഷം
ആദ്യമേ തന്നെ പങ്കിട്ടുകൊള്ളട്ടെ. ഇന്ന് നമ്മുടെ രാജ്യം വലിയ ഭീകരവാദ വെല്ലുവിളികളുടെ നടുവിലാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ഉടലെടുത്ത ചില സംഭവ വികാസങ്ങളിൽ രാജ്യത്തുണ്ടായിരുന്ന സമ്മർദ്ദത്തിന് ഒരു നേരിയ അയവ് വന്നിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഇന്ത്യ ആകാംക്ഷ പുരസ്സരം നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇവ എത്ര കണ്ട് അമർച്ച ചെയ്യാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കുമോ സാധ്യമായ വഴികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും പക്വതയോടുകൂടിയാണ് നമ്മുടെ രാജ്യവും ഭരണാധികാരികളും സൈന്യവും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഈ വാർത്തകൾ കണ്ടിട്ട് നമുക്ക് തോന്നും നമ്മുടെ പ്രഹര രീതി അത്ര കൊണ്ട് ഒത്തില്ലല്ലോ, കുറേ കൂടി ഈ സൈന്യം ചെയ്താൽ കൊള്ളാം. പക്ഷെ അത് വ്യർത്ഥമായൊരു ചിന്തയാണ്. നാം ഇരുന്ന് ചിന്തിക്കുന്ന പോലെ അനായാസേനയുള്ള കാര്യമല്ല. കാരണം നമ്മുടെ രാജ്യം ശീലിക്കുന്ന ഒരു പോളിസി ഉണ്ട്. കഴിവതും ഒരു മനുഷ്യനെ കൊല്ലാതിരിക്കുക, ഒരു നാടിനെ ഉപദ്രവിക്കാതിരിക്കുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത അത്തരത്തിലെ ഒരു പോളിസിയാണ്, ഒരു ധാർമ്മികതയാണ്, ഒരു മൂല്യമാണ്. തികച്ചും രക്ഷയില്ലാത്ത ഘട്ടത്തിൽ മാത്രം ചെറുത്തു നിൽക്കുക. വാസ്തവത്തിൽ നമ്മുടെ രാജ്യം പാകിസ്ഥാനിലെ ജനസമൂഹങ്ങളെയൊന്നും ആക്രമിക്കാൻ തൽപരരല്ല. എതിരിടുന്നത് ആ രാജ്യത്തുള്ള മത തീവ്രവാദ കേന്ദ്രങ്ങളെയാണ്. ആധ്യാത്മികതയുടെ ബാഹ്യമായൊരു കവചമൊരുക്കിക്കൊണ്ട് മതപാഠശാലകൾ എന്ന് പേരെടുത്തുകൊണ്ട് അവിടെ ഒരു സമാന്തര സൈന്യത്തെ വാർത്തെടുക്കുന്ന ഭീകരതയാണ് നമ്മൾ അഭിസംബോധന ചെയ്തത്. ഞാനിത്രയും പറഞ്ഞത് ഈ ഏറ്റുമുട്ടലൊരു പുതിയ സംഭവമല്ല. ഇതിനു മുമ്പ് യുദ്ധമുണ്ടായിട്ടുണ്ട്. 60കളിൽ 71-ലുമൊക്കെ യുദ്ധമുണ്ടായി. ഈ യുദ്ധങ്ങളുടെ ഒരു പശ്ചാത്തലവും ഇന്ന് കാണുന്ന പോലെയുള്ള സംഘർഷങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാർഗിലിലുമൊക്കെ യുദ്ധമെന്നോ സംഘർഷമെന്നോ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കാഴ്ച കാണാം. അവിടെ നിന്ന് പറന്നു പൊങ്ങുന്ന ഡ്രോണുകൾ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത്യാധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആകാശത്ത് തന്നെ ന്യൂട്രലൈസ് ചെയ്യുന്ന, നിർവീര്യമാക്കുന്ന നമ്മുടെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും വിജയവുമൊക്കെയാണത്. നമ്മൾ ഒത്തിരി തമാശകളും ഈ സന്ദർഭത്തിൽ കാണാം. തമാശ ആയിട്ട് അതിനെ കാണാൻ കഴിയില്ലെങ്കിലും സീരിയസ് ആയ ഒരു വിഷയത്തിനുള്ളിലെ ചില അപര്യാപ്തതകൾ. ഞാൻ കഴിഞ്ഞ രാത്രി വെളിപ്പാട് പുസ്തകത്തെ കേന്ദ്രീകരിച്ച് പ്രസംഗിച്ചപ്പോൾ ഇത്തരം ചില വിഷയങ്ങൾ വന്നു. അതിൽ പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ ഈ പഴയ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുമായിരുന്നു. ഇപ്പോഴും വരും വീടുകളിലൊക്കെ. ഇത് വീണ്ടും കൊണ്ടുപോയി പ്രോസസ്സിങ്ങിനൊക്കെ വിധേയമാക്കി മറ്റ് ഉപകരണങ്ങളാക്കി ഒക്കെ കൊണ്ടുവരും. ഇരുമ്പുൽപ്പന്നങ്ങളും പ്ലാസ്റ്റിക്കുമൊക്കെ എടുക്കുന്ന ആളുകളുണ്ട്. ഈ സ്ക്രാപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾ, ഞാൻ ധരിച്ചത് അത് ഇന്ത്യയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പുനർനിർമ്മിക്കുകയാണ്. പിന്നെ മനസ്സിലായത് ഇത്തരം സാധനമെല്ലാം ചൈനയ്ക്ക് കടത്തുകയാണ്. എന്നിട്ട് അതെല്ലാം വിളക്കിയെടുത്താണ് ചൈന ഈ പാകിസ്ഥാൻ ആയുധമാണെന്ന് പറഞ്ഞ് കൊടുത്ത പാവങ്ങൾ. നമ്മൾ ഇവിടുന്ന് വിറ്റ ഡിഷാൻറ്റിനെയും കേബിൾ ടി വിയൊക്കെ വെച്ചപ്പോൾ ഓർത്തു ഇത് ഭയങ്കര ആയുധമാണ്. കണ്ടോ, ഈ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കാതെ മതം മാത്രം പഠിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ചാൽ വരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അതിൽ ഒക്കെ കൊണ്ടുവച്ചിട്ടാണ് ഇന്ത്യയെ നേരിടാൻ ഈ വേവിയും പിളക്കിയതും വെല്ലുവിളി മുഴക്കിയതുമൊക്കെ. അതിനപ്പുറത്തേക്ക് അവിടെ ഒന്നും ഇല്ല എന്ന് കാലം തെളിയിച്ചു. ജയിക്കില്ല എന്നറിഞ്ഞിട്ടും ആ ഡ്രോണുകളെല്ലാം പറത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മറ്റൊന്നുകൂടി മനസ്സിലായി, നമ്മുടെ യഥാർത്ഥ സ്നേഹിതൻ ചൈനയാണെന്ന്. നമുക്കൊരാപത്തും വരാതെ ചൈനക്കുള്ളൊരു കരുതലൊന്നും മറ്റൊരു രാജ്യത്തിനും നമ്മളോട് ഇല്ല എന്നും മനസ്സിലായി. അമേരിക്കയോ ഇസ്രയേലോ ആണെന്നൊക്കെ നമ്മൾ ധരിച്ചേ. പക്ഷെ ചൈന സമയോചിതമായി ഉണർന്ന് പ്രവർത്തിച്ചു. അവർ കാശുണ്ടാക്കി, നമുക്കൊരാപത്ത് തൊട്ട് വന്നില്ല. ഏതായാലും ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ മറ്റൊരു കാര്യമൊന്ന് പറയാനാ. ക്രൈസ്തവരായ നമുക്ക് യുദ്ധത്തോട് താല്പര്യമൊന്നുമില്ലല്ലോ. ശത്രുവിനെയും സ്നേഹിക്കേണ്ട മാർഗ്ഗമാണ് ഇത്. പക്ഷെ ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ ഒരു നിലപാടുള്ളവരായി മാറും. ആ നിലപാട്
നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മഹിമ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ശ്രേഷ്ഠത. തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ മിക്കതും ഏതെങ്കിലും ഒരു മതം ഭരിക്കുന്ന, ലങ്ക ബുദ്ധിസ്റ്റുകളുടേതാണ്, മ്യാൻമാർ അങ്ങനെയാണ്, ഇനി നേപ്പാളും ഒരു മതമാണ് ഭരിച്ചിരുന്നത്, ഇപ്പോൾ അത് കുറെ കൂടി മതേതരത്വ സ്വഭാവമുള്ളതായി. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ്. ബംഗ്ലാദേശും പാകിസ്ഥാനും ഇസ്ലാമിക ഭരണകൂടമാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ പഠിക്കണ്ടേ, നമ്മുടെ രാജ്യം വ്യത്യസ്ത ജാതി മത വിഭാഗീയതകൾ കൊണ്ട് സങ്കീർണമാണ്. നമ്മുടെ ഭൂപടവും വളരെ വലുതാണ്. വലിയൊരു രാജ്യം താരതമ്യേന ഇവരെയൊക്കെ അപേക്ഷിച്ച് ചൈനയേക്കാൾ ചെറുത്. ബാക്കി രാജ്യങ്ങളൊക്കെ നമ്മളെക്കാൾ വളരെ വളരെ ചെറുതാണ്. നമ്മുടെ 2-3 സ്റ്റേറ്റ് കൂടുന്ന വലിപ്പമുള്ളൂ. പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഗുണം, ഇത്രയും ഭാഷ, ഇത്രയും മതങ്ങൾ, മതരഹിതർ, വൈവിധ്യങ്ങളുടെ ഈ നാടിൻ്റെ ഒരു ഗുണം, ഒരു മിനിറ്റ് പോലും പട്ടാളം ഭരിക്കാത്ത ഒരു രാജ്യമാണിത്. ഒരു മിനിറ്റ്. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ മക്കളായിരിക്കാൻ കഴിഞ്ഞൊരു സന്തോഷമാണല്ലേ. ഭരണാധികാരികൾക്ക് വേണ്ടി, അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ല ബൈബിൾ പറയുന്നത്, വിശേഷാൽ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ്. അതിൽ കൊണ്ടൊരു സന്തോഷം. ചില ആളുകൾ നമ്മൾ രാജ്യസ്നേഹികളാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു പറയുന്നൊരു കാര്യം, ലോകത്തേതെങ്കിലും ഒരു ആധ്യാത്മിക ഗ്രന്ഥത്തിൽ രാജ്യത്തിനും ഭരണാധികാരിക്കും വേണ്ടി സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും പക്ഷപാതം ചെയ്യുകയും ചെയ്യണമെന്ന് രേഖാമൂലം എഴുതിയിട്ടുള്ള ഒരു ആധ്യാത്മിക ഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അത് ബൈബിൾ മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മളാണ് രാജ്യസ്നേഹികൾ. വേറൊരു വിഷയമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നമ്മുടെ ഒരു വണ്ടി, നമ്മുടെ ലോഗോ പതിച്ച നമ്മുടെ ഫ്ലാഗിൻ്റെയോ അല്ലെങ്കിൽ അശോകചക്രമൊക്കെ വച്ചിട്ടുള്ള ഒരു വണ്ടി പാകിസ്ഥാൻ്റെ ആർമിയുടെ ശ്രദ്ധയിൽ പെട്ടാൽ അവർ വെടിവെച്ചിടും. നമ്മുടെ അരികിലേക്ക് അവരുടെ ഒരു വണ്ടി വന്നാൽ അവരുടെ ടെറിട്ടറിക്കുള്ളിലാണെങ്കിൽ നമ്മളൊന്നും ചെയ്യില്ല. ഇവിടെ കയറി വന്നാൽ കൺട്രോൾ ലൈൻ കഴിഞ്ഞാൽ, ലൈൻ ഓഫ് കൺട്രോൾ അത് കഴിഞ്ഞാൽ വെടിവെച്ചിടും. അപ്പം നമ്മുടെ പതാക, നമ്മുടെ അശോകസ്തംഭം, പാകിസ്ഥാൻ്റെ പതാക, പാകിസ്ഥാൻ്റെ വണ്ടി കണ്ടാൽ ഒരു ശത്രുതാബോധം ഉടലെടുക്കും. കുറഞ്ഞ പക്ഷം ജാഗ്രതയിലാകും. കാരണം ആ വണ്ടി വരുന്നത് എൻ്റെ ഗുണത്തിനല്ല എന്ന തിരിച്ചറിവിലാണ് ജാഗ്രതപ്പെടുന്നത്. പക്ഷെ ഒരു കാര്യം അറിയണ്ടേ, പാകിസ്ഥാനിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ഉക്രൈനിലാണെങ്കിലും ആരും ഉപദ്രവിക്കാത്ത, ഒരു സൈന്യവും ആക്രമിക്കാത്ത ചില വണ്ടികൾ അതുവഴി യാത്ര ചെയ്യും. അത് റെഡ് ക്രോസിൻ്റെ വണ്ടികളാണ്, സന്നദ്ധ സംഘടന. റെഡ് ക്രോസ് എന്താ ചെയ്യുന്നത്? ഈ യുദ്ധത്തിൽ മുറിവേറ്റ് വീണ് കിടക്കുന്ന ഹതാശകരായ മനുഷ്യരെ, അർത്ഥപ്രാണനുള്ളവരെ, അംഗവൈകല്യം സംഭവിച്ചവരെ വണ്ടിയിൽ കയറ്റി ശുശ്രൂഷിക്കാൻ പോവുകയാണ്. അവർക്കാരും ശത്രുക്കളില്ല. പാകിസ്ഥാനി വീണാലും ഇന്ത്യക്കാരൻ വീണാലും ഒരു മനുഷ്യൻ്റെ വില, അവൻ്റെ പ്രാണൻ്റെ വില മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഈ വണ്ടി പോകുന്ന കണ്ടാൽ സകല സൈനികരും അത് അംഗീകരിച്ചു കൊടുക്കും, തലകുനിക്കും, സല്യൂട്ടടിക്കും, നിങ്ങളുടെ ജോലി ചെയ്യുക. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒരു കുരിശിൻ്റെ ചിഹ്നം വച്ചൊരു ലോഗോ വച്ച് ഈ കടന്നു പോകുന്ന വണ്ടിയോട് ആർക്കും പരിഭവമില്ലാത്തതിൻ്റെ കാരണം ക്രൂശ് അനുരഞ്ജനത്തിൻ്റെതാണ്. ശത്രുക്കളെ ഒരുമിപ്പിക്കാൻ കഴിയുന്ന ചിഹ്നമാണ് കുരിശ്. ഏറ്റുമുട്ടാൻ കാത്തു നിൽക്കുന്നവരുടെ മുമ്പിൽ സമാധാനത്തിൻ്റെ സന്ദേശം നൽകുന്ന സുശക്തമായ ആയുധമാണ് ക്രൂശ്. ആ ക്രൂശിൻ്റെ ശത്രു എന്ന് പറയുന്നത് പിശാചുക്കൾ മാത്രമാണ്. ആ ഇരുട്ടിൻ്റെ അധർമ്മത്തോട് പടപൊരുതി ജയമെടുത്താണ് ക്രൂശിൻ്റെ ജൈത്രയാത്രയെങ്കിൽ ആ ക്രൂശിനെ കുറിച്ചുള്ള വിളംബരം അത് ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കും. കാരണം ക്രൂശ് മാത്രമാണ് സമാധാനം, ക്രൂശ് മാത്രമാണ് രക്ഷ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലാണ് രക്ഷയുടെ മുഴുവൻ തത്വസംഹിതയും പ്രപഞ്ചനാഥൻ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. ആ സഹനത്തിൽ രക്ഷ എന്ന യാഥാർത്ഥ്യമുണ്ടാകുന്നതിൻ്റെ കാരണം ആ ക്രൂശിലാണ്. വാഗ്ദത്തം പോലെ നമ്മുടെ കർത്താവ് തൻ്റെ
പ്രാണനെ യാഗമാക്കി രക്തം നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി അർപ്പിച്ചത്. അത് തിരിച്ചറിഞ്ഞ നമ്മൾ ആ രക്തത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് വചനത്തിൻ്റെ ഉള്ളടക്കത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആ വചനത്തിൻ്റെ ശക്തിയെ പ്രകീർത്തിക്കുമ്പോഴാണ് നമ്മൾ രക്തം ജയമെന്ന് പറയുന്നത്. ആ രക്തം ജയമെന്ന് പറയുമ്പോൾ ഇരുട്ടിൻ്റെ ശക്തികൾക്ക് ഇരിക്കാൻ കഴിയാത്തത്, സാത്താന് ശക്തികൾ നമ്മുടെ മീതെ വരുത്തിവെച്ച കടം മുഴുവൻ വീടി ഉലകത്തെ സ്വതന്ത്രമാക്കിയത് യേശുവിൻ്റെ രക്തമാണ്. ആ യേശുവിൻ്റെ രക്തം നമ്മുടെ പാപപരിഹാര ബലിയാണ്. അതിൻ്റെ തിരിച്ചറിവിൽ അപ്പോസ്തലൻ പറയുക, അവൻ്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ്റെ രക്തം നിമിത്തമാണ് സാത്താന ശക്തികളെ ജയിച്ചത്. ആ രക്തം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് രോഗശാന്തിയാണ്, വിശ്വസിക്കുന്നവർക്ക് വിടുതലാണ്. അകത്തും പുറത്തും ഇരുന്നു കൊണ്ട് ദൈവജനം കേൾക്കുന്ന ഏവർക്കും മുമ്പിൽ ആ രക്തത്തിൻ്റെ ശക്തി ചൈതന്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ രക്തം മനുഷ്യരാശിക്ക് വേണ്ടി ഒഴുക്കിത്തന്ന നസറായനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഇങ്ങനെ ഘോഷിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. മറ്റൊരുത്തലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരാശിക്കിടയിൽ അത്യുന്നതൻ നൽകി തന്നിട്ടുള്ള ഏക നാമം യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. യേശുക്രിസ്തു എന്ന ആ ദൈവപുരുഷനെ ഇന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നു. ഹല്ലേലൂയ. ഈ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി വേർതിരിയപ്പെട്ട 11 ശിഷ്യന്മാരെയും അനുഭാവികളായ അക്കാലഘട്ടത്തിലെ ഇതര ശിഷ്യന്മാരെയും ഒക്കെ ചേർത്തുകൊണ്ട് ഉദ്ധിതനായ ക്രിസ്തു, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു വിട പറയും മുമ്പ്, സ്വർഗാരോഹണം ചെയ്യും മുമ്പ്, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വചനങ്ങളിൽ അവർക്കൊരു നിയോഗം നൽകുന്നു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് ഉലകത്തെ മുഴുവൻ ശിഷ്യരാക്കണം. പ്രപഞ്ചം മുഴുവൻ കടന്നുപോയി ഞാൻ എന്ത് നിങ്ങളോട് പഠിപ്പിച്ചുവോ അതൊക്കെ പഠിപ്പിച്ച് മറ്റുള്ളവരെ ശിഷ്യരാക്കണം. വിശ്വസിക്കുന്നവരെ സ്നാനമേൽപ്പിച്ച് ശിഷ്യത്വത്തിൻ്റെ അനുഭവം അവർക്ക് നൽകണം എന്ന് പറയുന്ന മഹാനിയോഗം അല്ലെങ്കിൽ ഗ്രേറ്റ് കമ്മീഷൻ. ആ ജോലി കഴിഞ്ഞ 2000 ആണ്ടായി നമ്മൾ അഭംഗുരം തുടരുകയാണ്. ഇന്നും പ്രവർത്തിച്ചതുകൊണ്ടിരിക്കുകയാണ്. ഉലകത്തോട് മുഴുവൻ ഈ സദ്വർത്തമാനത്തിൻ്റെ ഘോഷണം നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. പരിണിത ഫലമായി ധാരാളം ആളുകൾ യേശുവിൻ്റെ പാദത്തിൽ അമരും. ആളുകൾ അതിന് പല വ്യാഖ്യാനങ്ങൾ പറയും. അടുത്ത കാലത്ത് ഒരു മാന്യ സ്നേഹിതൻ പറഞ്ഞത്, പെന്തക്കോസ്ത് സഭകൾ പണം കൊടുത്ത് ആളുകളെ മതം മാറ്റുന്നു. നമ്മൾ കേട്ട് കാണും. ഞാനതിനൊരു മറുപടിയൊക്കെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. സഭകൾ ഈ വിഷയത്തോട് അല്പം വൈകാരികമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനത് ഒരു ചർച്ചയാക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ തരമില്ല. കേരളത്തിൽ പെന്തക്കോസ്ത് സഭകളുടെ പ്രായം കേവലം 1 നൂറ്റാണ്ടാണ്. ആളുകൾ അതുകൊണ്ട് ഞങ്ങളുടെ സഹ യാത്രികരായ ഇതര സഭകൾ പറയാറുണ്ട്, നിങ്ങളൊരു 100 കൊല്ലമല്ല ആയല്ലോ, ഞങ്ങൾക്ക് 2000 വർഷത്തെ പഴക്കമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇന്ന് ലോകത്തെവിടെയുമുള്ള ഒരു പ്രസ്ഥാനത്തിനും കൃത്യമായി 2000 വർഷത്തിൻ്റെ പഴക്കമുണ്ടോ എന്ന വാദം മുഖവിലേക്കെടുത്താൽ അത്തരം ആളുകൾ അംഗീകരിക്കുന്നൊരു കാര്യമുണ്ട്. ആദിമസഭ എവിടെയാണ് രൂപപ്പെട്ടത്? തീർച്ചയായിട്ടും യെരുശലേമിലാണ്. നമ്മുടെ ധാരണയനുസരിച്ച് യെരുശലേമിലെ സെഹിയോൻ മാളിക മുറിയിൽ രൂപപ്പെട്ട പ്രാർത്ഥന കുടിവരവിൻ്റെ ഉള്ളിൽ ആത്മനിറവിൻ ചൈതന്യം രൂപപ്പെട്ടിട്ട് അന്യഭാഷാ ഭാഷണം തുറന്നുള്ള അനവധിയായ അടയാളങ്ങൾ, അത്ഭുത പ്രവൃത്തികളിൽ ഒരു വലിയ ജനാവലി യേശുക്രിസ്തുവിൻ്റെ അനുഗാമികളായി സുശക്തമായ ദൈവസഭയ്ക്ക് തുടക്കം കുറിക്കുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 2-ലാണ് സഭ ആവിർഭവിക്കുന്നത്. അതെല്ലാം ക്രൈസ്തവരും അംഗീകരിക്കും. എന്നാൽ ഈ അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകം സഭാ നടപടിക്രമങ്ങളുടെ ആരംഭമാണെങ്കിൽ, ചരിത്രമാണെങ്കിൽ, അവിടെ പറയുന്ന കാര്യങ്ങളാണ് സഭയിൽ നടന്നതെങ്കിൽ, അതെല്ലാവരും അംഗീകരിക്കുന്നെങ്കിൽ, ഈ പുസ്തകം തുറന്നു വെച്ച് വായിച്ചിട്ട് നിങ്ങൾ ഇന്ന് ലോകത്തുള്ള ഏതെങ്കിലും ഒരു സഭയിലേക്ക് നോക്കി
അന്ന് കണ്ട സഭയുടെ ലക്ഷണങ്ങൾ, രീതികൾ, ശൈലികൾ അത് കൃത്യം അവലംബിക്കാൻ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സമൂഹമുണ്ടോ എന്ന് അന്വേഷിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വേർപെട്ട ദൈവമക്കൾ മാത്രം. പൗരാണികതയാർക്ക്? സ്ത്രീഹന്മാരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ആർക്ക്? സ്ത്രീകന്മാർ പഠിപ്പിച്ച വഴികളിലൂടെ നടക്കുന്നതാര്? സ്ത്രീകന്മാർ ഉദ്ധരിച്ച വചനങ്ങളുടെ വഴിത്താര വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്നും വചനമാണ് സുപ്രധാനമെന്നും ആ സ്ലീഹ പാരമ്പര്യത്തിന്റെ കൃത്യതയാർന്ന നിറവിൽ 2000 ആണ്ടായി അതിന്റെ മഹിമ നശിക്കരുത് എന്ന് പ്രസംഗിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് ഉലകത്തിൽ ഇന്നും നിലനിൽക്കുന്ന മഹത്തര മാർഗമാണ് പെന്തക്കോസ്ത് സഭകളുടെ ഉപദേശം. ആ ഉപദേശത്തിൽ അധിഷ്ഠിതമായ സുവിശേഷം ഞങ്ങൾ ഈ രാത്രിയും പ്രഖ്യാപിക്കുമ്പോൾ 100 കൊല്ലത്തെ പഴക്കത്തെ അങ്ങനെ നിങ്ങൾ കാണരുത്. കാരണം ഈ പെന്തക്കോസ്ത് സഭ രൂപപ്പെടുന്നതും ആഗോള സഭയ്ക്കകത്ത് നിന്നാണ്, പുറത്തുനിന്ന് വന്ന സാധനമല്ല. ആഗോള സഭയ്ക്കകത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ബൈബിളിലില്ലാത്ത, ബൈബിൾ കൊണ്ട് തെളിയിക്കാനാവാത്ത, സ്ലീഹന്മാരുടെ പഠനങ്ങളിൽ കാണാത്ത, ദൈവനിയോഗത്തിലില്ലാത്ത 100 കണക്കിന് ആശയങ്ങളുടെ മഹാപ്രളയമായി ക്രൈസ്തവ സഭ മലിനപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഒരു വിധത്തിലും തിരുവെടുത്തുകൊണ്ട് തെളിയിക്കാത്ത, യേശുക്രിസ്തു പഠിപ്പിക്കാത്ത, സ്ലീഹന്മാരാരും ബോധ്യപ്പെടുത്താത്ത കാര്യകാരണങ്ങളിലൂടെ ഉത്തരം കണ്ടെത്താനാവാത്ത സമസ്യയായി ക്രൈസ്തവ സഭ എന്നു പേരുള്ള പ്രസ്ഥാനങ്ങൾ അധപ്പതിച്ചപ്പോൾ അക്രൈസ്തവമായ സിംബലുകൾ, പ്രതീകങ്ങൾ, രീതികൾ, പ്രതിമകൾ, ചിത്രങ്ങൾ, ആശയങ്ങൾ ഇതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറുകയും ചെയ്തപ്പോൾ അതിനെതിരെ അതല്ല ശരിവഴി എന്ന് ചിന്തിച്ചുകൊണ്ട് വചനത്തിൻ്റെ പൂർവികതയിലേക്ക് നടന്നു കയറിയ മനുഷ്യരുടെ ചരിത്രമാണ് പെന്തക്കോസ്ത് സഭകളുടെ രൂപവൽക്കരണത്തിൻ്റെ കാരണം. അതിനുകൊണ്ട് ഇതിനെ നവോത്ഥാനമെന്നോ നവീകരണമെന്നോ അല്ല വിളിക്കേണ്ടത്, മറിച്ച് ഇത് പൂർവീകരണമാണ്. ഞങ്ങൾ പുതുമയുടെ, ആധുനികതയുടെ, നവീകരണത്തിൻ്റെ വഴിയിലല്ല, പൂർവീകരണത്തിൻ്റെ, സ്ലീഹ പാരമ്പര്യത്തിൻ്റെ, തിരുവെഴുത്തിൽ കണ്ട മഹിമയുടെ, യേശു പഠിപ്പിച്ച് അനുഗ്രഹിച്ച് തലമേൽ കരം വെച്ച് അനുഗ്രഹിച്ച ശിഷ്യന്മാർ എന്ത് പഠിപ്പിച്ചോ ആ പഠനങ്ങളുടെ വഴി തെറ്റി പോകരുത് എന്ന് കൃത്യം ചടിച്ചുകൊണ്ട് വിലപിടിപ്പുള്ള പലതിനെയും ത്യജിച്ചുകൊണ്ട് ഏകരായി ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവമക്കളുടെ കൂട്ടായ്മയുടെ പേരാണ് പെന്തക്കോസ്ത്. ആ സത്യം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രാണൻ ബലിയർപ്പിച്ച നിരവധി ആളുകളുണ്ട്, ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുണ്ട്. എന്നാലും ഞങ്ങളൊരു കാര്യം പറയും, വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസമാണ് ഈ ചിന്താധാരയുടെ മുഴുവൻ ആധാരം. അത് ഇന്നും ഞങ്ങൾ ഈ ഗ്രാമത്തോട് ഘോഷിക്കുന്നു. അതുകൊണ്ട് പെന്തക്കോസ്ത് അങ്ങനെ പുതുമയുള്ളൊരു കാര്യമല്ല, പഴയ ഒരു കാര്യം നിങ്ങളിൽ ചിലർ പുതുതായി കേൾക്കുന്നു എന്ന് മാത്രം. അത് പഴയതോ പുതുതോ എന്നറിയാൻ പൗരാണികമായ ഈ പുസ്തകം ഒന്ന് പരിശോധിച്ചാൽ മതി. അപ്പോസ്തല പ്രവൃത്തി. ഞാൻ ഇനി അതിലേക്കാണ് വരുന്നത്. സന്തോഷമല്ലേ? ഈ അപ്പോസ്തല പ്രവൃത്തി എന്ന ഗ്രന്ഥത്തിന് 28 അധ്യായമുണ്ട്. 2 ഭാഗങ്ങളാണ്. ആദ്യത്തെ ഭാഗം ഏകദേശം ഒരു 12 അധ്യായങ്ങൾ കൊണ്ട് തീരും. 2ാം ഭാഗം 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളാണ്. ആദിമഭാഗത്തെ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ സഭയുടെ കേന്ദ്രം യെരുസലേമാണ്. യെരുസലേം കേന്ദ്രീകരിച്ചുള്ള ആ സഭയുടെ പ്രവർത്തന പരിധി പാലസ്തീനിയ എന്ന് ഇന്ന് വിളിക്കുന്ന ഇസ്രയേൽ എന്ന ആ ഭൂപടവും പരിസരവുമാണ്. അന്നത്തെ സുവിശേഷ പ്രസംഗകരിൽ അഗ്രഗണ്യൻ ധന്യനായ പത്രോസാണ്. സഹചാരി ധന്യനായ യോഹന്നാൻ സ്ലീഹയാണ്. അവർ പ്രസംഗിക്കാൻ ഉപയോഗിച്ച ഭാഷ അരമായിക്കാണ്. അവരുടെ കേൾവിക്കാരിൽ അധികം പേര് യഹൂദന്മാരും അത് കഴിഞ്ഞ് കുറേ ശമര്യരും കുറേ ജാതികളുമൊക്കെയാണ്. അവരുടെ പ്രവർത്തന പരിധി പാലസ്തീനിയായുടെ 120 മൈൽ ചുറ്റളവ്. അവരുടെ പ്രഭാഷണത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു രക്ഷാപദ്ധതിയെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ. ഇനി നമ്മൾ ഇതിൻ്റെ 2ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവർത്തന മേഖല ആകെ മാറും. എനിക്ക് വേണ്ട വെള്ളം വേണ്ട. 2ാം ഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ കാണുന്നത്
പ്രവർത്തന കേന്ദ്രം യെരുശലേമിൽ നിന്ന് മാറി. സിറിയയിലെ അന്ത്യോക്യയാണ് അതിൻ്റെ കേന്ദ്രം. പ്രസംഗിക്കാൻ ഉപയോഗിച്ച ഭാഷ ഇന്ന് ഇംഗ്ലീഷ് പോലെ പ്രചാരത്തിലുള്ള ഗ്രീക്ക് എന്ന ഒരു ഭാഷയാണ്. അടുത്തത് പ്രഭാഷണത്തിൻ്റെ അതിര്, പ്രവർത്തനത്തിൻ്റെ അതിര് പാലസ്തീനിയായുടെ 120 മൈലല്ല, മുഴു ലോകവുമാണ്. അന്ന് പ്രസംഗത്തിൻ്റെ ശൈലി മുഴു ലോകത്തിനും രക്ഷയ്ക്ക് കാരണഭൂതൻ യേശുക്രിസ്തു എന്ന ഉലകരക്ഷകനെ കുറിച്ചുള്ള പ്രഭാഷണ രീതിയാണ്. വീണ്ടും പ്രസംഗത്തിൻ്റെ നേതൃത്വം പൗലോസ് എന്ന ഒരു ദൈവപുരുഷനിലാണ്. ഈ പൗലോസിൻ്റെ സഹചാരികൾ പത്രോസിനോടൊപ്പം യോഹന്നാൻ എങ്ങനെ നിലകൊണ്ടുവോ ഇതേ വിധത്തിൽ തിമത്യോസും തീത്തോസും ഒനേസിമോസും ത്രൊഫിമോസും ഒക്കെ അടങ്ങുന്ന വലിയ ഒരു ജനാവലി, ഒരു വലിയ ടീം വർക്കാണ് കാണുന്നത്. അവരുടെ പ്രവർത്തന ഫലമായി റോമൻ സാമ്രാജ്യത്തിൻ്റെ പലയിടങ്ങൾ, ഭൂപടത്തിൻ്റെ നമ്മൾ ഇന്ന് കാണുന്ന ഭൂമിയുടെ പല മണ്ഡലങ്ങളിലും, മനുഷ്യരാശിക്ക് സാന്നിധ്യമുള്ള ഇടങ്ങളിലും ഒക്കെ അവർ അവരുടെ നിലയിൽ ആ മഹാനിയോഗം കൊണ്ടെത്തിക്കുന്നു. മറുവശത്ത് ഇവരെപ്പോലെ വേഗതയിലല്ല, ഇവരെപ്പോലെ അതിശക്തമായ ഒരു അഗ്രസീവായ രീതിയിലല്ലാതെ മറ്റൊരു നിലയിൽ പഴയ അപ്പോസ്തലന്മാർ അവരുടെ പ്രസംഗ ശൈലിയും പ്രവർത്തനവും തുടരുന്നുണ്ട്. 2-3 വിധത്തിൽ 2-3 ധാരകളിലൂടെ ഈ സുവിശേഷം അങ്ങനെ വ്യാപരിപ്പിക്കുമ്പോൾ റോമാലേഖനം 1:8 വരുമ്പോൾ പറയുന്നു, നിങ്ങളുടെ വിശ്വാസം മുഴു ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷം അവിടുന്ന് മരിച്ചടക്കപ്പെട്ട് ഏകദേശം 3 പതിറ്റാണ്ടുകൾക്കുള്ളിൽ മുഴു ലോകത്തിലും പ്രസിദ്ധമാകത്തക്ക വിധം ഈ സുവിശേഷത്തെ കൊണ്ടെത്തിക്കാൻ ദൈവം ഉപയോഗിച്ച അന്നത്തെ പ്രഭാഷണ പടുക്കളിൽ, അന്നത്തെ നേതൃനിരയിൽ ഏറ്റവും ശക്തനായ ഒരു സുവിശേഷ ഘോഷകന്റെ പേരാണ് ധന്യനായ പൗലോസ്. അദ്ദേഹം തരുന്ന സാക്ഷ്യമനുസരിച്ച് അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലം കിലിക്കിയ സംസ്ഥാനത്തിലെ തർസോസ് പട്ടണത്തിൽ പ്രസിദ്ധനായ ഗമാലിയേൽ എന്ന ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പണ്ഡിതന്റെ കലാലയത്തിൽ അദ്ദേഹം ന്യായപ്രമാണം സൂക്ഷ്മതയോടെ പഠിച്ച അതിശക്തനായ ഒരു വ്യക്തിത്വമായിരുന്നുവെന്നും ചരിത്ര പുസ്തകങ്ങൾ പരതിയാൽ അദ്ദേഹത്തിൻ്റെ പഠിപ്പും യോഗ്യതകളും പശ്ചാത്തലവും ഒക്കെ നന്നായി വിശദീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കരുത്തുറ്റ ഒരു ദാർശനികൻ, ബഹുഭാഷാ നിപുണൻ, ന്യായപ്രമാണത്തെ അതിസൂക്ഷ്മതയോടെ സമീപിച്ച ഒരു ചിന്തകൻ, തനിക്ക് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു വസ്തുത ഒരിക്കൽ കേൾക്കുകയാണ്. അതെന്ത് എന്ന് ചോദിച്ചാൽ, നസ്രായനായ യേശു എന്ന ഒരു അതിസാധാരണക്കാരൻ, യോസേഫ് മറിയ ദമ്പതികളുടെ മകനെന്ന് ലോകം വിളിച്ച ഒരു സാധാരണക്കാരൻ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളും കേട്ടുകൊണ്ട് ബേസൈദ കടൽക്കരയിൽ, മറ്റ് ഗലീലിയായുടെ പല ഇടങ്ങളിൽ, കാവർനഹൂമിൽ ഒക്കെ ധാരാളം ആളുകൾ അതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നു. ഇത്തരം സ്ഥലങ്ങൾ പണ്ട് പ്രശ്നബാധിത മേഖലകളായിരുന്നു. ഇല്ലിറ്ററേറ്റായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളായിരുന്നു. അവരുടെ നിരവധി കേസുകൾ ഈ യെരുശലേമിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് വിധി കൽപ്പിച്ച് ശരിതെറ്റുകൾ പ്രഖ്യാപിച്ചു വിടുന്ന പണ്ഡിത ഗണത്തിൽപ്പെട്ട, ജൂറിമാരുടെ പാനലിൽപ്പെട്ട, അവിടെ ഇരുന്ന് വിധി പറയാൻ അധികാരമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ പേരായിരുന്നു പൗലോസ്. പക്ഷേ ഏറ്റവും അധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട അവികസിത മേഖലയായ, യാതൊരു തരത്തിലും നിലവാരമില്ലാത്ത അക്കാലത്തെ ആളുകൾ ഗലീലിയർ എന്ന് പരിഹസിക്കുന്നവാറ്, ഇവർ ഗലീലിയക്കാരല്ലയോ എന്ന് ചോദിക്കുമാറ്, നാടിനെ കളിയാക്കും വിധം വിദ്യ കൊണ്ട്, അറിവ് കൊണ്ട്, സാമൂഹ്യ നിലവാരം കൊണ്ട് പിന്നിൽ നിന്ന ഒരു ദേശത്തു നിന്ന് നസ്രായർ എന്ന് വിളിപ്പേരുള്ള ഒരുവൻ എഴുന്നേറ്റിരിക്കുന്നു. അവനിതാ പ്രസംഗിച്ചു തുടങ്ങുന്നു. അവന്റെ പ്രസംഗവും പഠിപ്പിക്കലും കണ്ട് ആളുകൾ ധാരാളമായി അവന്റെ പിന്നിൽ അണിചേരുന്നു. അങ്ങകലെ ഈ പാലസ്തീനിയായുടെ അങ്ങ് വടക്കൻ മുനമ്പായ ഗലീലിയായിൽ ആരംഭിച്ച ഉണർവിന്റെ ദീപശിഖകൾ ആളി കത്തി കത്തി നാടിന് മാറ്റമുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടത് യെരുശലേമില. കാരണം കോടതി വ്യവഹാരത്തിന് പഴയതുപോലെ ആളുകളില്ല. തർക്കവും വാദപ്രതിവാദങ്ങളും കുറയുന്നു. തിന്മയുടെ അടയാളങ്ങളായി ഭവിച്ചിരുന്ന മദ്യശാലകൾ പൂട്ടിക്കെട്ടുന്നു. ഏറ്റുമുട്ടലുകൾ കുറയുന്നു. കലഹം പതിവായിത്തീരുന്ന കടലിന്റെ തീരത്തെ തെറിവിളിയുടെ, ഏറ്റുമുട്ടലിന്റെ സീൽക്കാരത്തിന്റെ പഴയ ശബ്ദമൊക്കെ മാറിയിട്ട് ഗലീലിയനെ കണ്ടിട്ട് ആർത്തുല്ലസിച്ച് അവരവിടെ കിടന്ന് നൃത്തം ചെയ്യുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഇവൻ ആരെന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ചിന്തയുടെ അലയൊലികൾ ഇങ്ങ് യെരുശലേമിലേക്ക് വ്യാപരിച്ചപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായി, ഇതിനെ ഇങ്ങനെയൊന്നും
തടയാൻ സാധിക്കുന്നില്ല. എന്താണ് ചെയ്യുക? ഏത് വിധത്തിലാണ് ഒന്ന് പെരുമാറുക? എങ്ങനെ ഈ ഉണർവിന്റെ അലയൊലികളെ ഒന്ന് തളച്ചിടാമെന്ന് ചിന്തിച്ചുകൊണ്ട് മഹാപുരോഹിതന്മാർ ഒത്തുകൂടുകയാ. ഒടുക്കം അന്വേഷിക്കാൻ വിടുന്ന ആളുകൾ ഒരു കാഴ്ച കണ്ടു. അന്വേഷകർ റിപ്പോർട്ട് എന്താണെന്ന് അറിയണ്ടേ? ഒന്നും രണ്ടുമല്ല, ആയിരങ്ങൾ പതിനായിരങ്ങൾ അവൻ്റെ യോഗത്തിൽ പങ്കെടുക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പാട്ടില്ലാത്ത അല്ലെങ്കിൽ സംഗീതജ്ഞരെ ഇതുപോലെ ക്ഷണിച്ചു വരുത്താത്ത, നോട്ടീസും ഫ്ലക്സും ഇല്ലാത്ത, ഉച്ചഭാഷണി ഇല്ലാത്ത, മുൻകൂട്ടി അറിയിക്കാത്ത അവൻ്റെ യോഗങ്ങളിലെ അംഗസംഖ്യ പതിനായിരക്കണക്കിന് മനുഷ്യരാ. പകൽ അന്ത്യോളം ഇരുന്ന് അവിടുത്തെ വചനങ്ങൾ കേൾക്കുക. എത്ര കേട്ടാലും മുഷിവ് വരാത്ത വിധത്തിൽ ജീവന്റെ വചനങ്ങളുടെ പ്രസരണം നാനാവിധ വ്യാധികളിൽ പെട്ടവരെ സുഖപ്പെടുത്തുന്ന കാഴ്ച കണ്ടു. പിശാചുക്കൾ അലറി ഓടുന്ന അവസ്ഥ കണ്ടു. ഭൂതഗ്രസ്തർക്ക് വിടുതൽ കിട്ടുന്ന അവസ്ഥ കണ്ടു. അവിടെയെല്ലാം വലിയ മാറ്റങ്ങൾക്ക് ആളുകൾ സാക്ഷ്യം വഹിച്ചപ്പോൾ അന്വേഷിക്കാൻ വിട്ടവർ വന്നിട്ട് പറയുക, നമുക്ക് ഒന്നും സാധിക്കുന്നില്ല, ജനം അവൻ്റെ പിന്നാലെ, നമുക്കൊന്നും സാധിക്കുന്നില്ല. ഇതാണ് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഉറപ്പ്. ശത്രുവിൻ്റെ മുഖത്ത് നോക്കി ഭക്തൻ പറയണം, നിനക്കൊന്നും സാധിക്കില്ല, ഞങ്ങൾ അവൻ്റെ പിന്നാലെ. നിനക്കെന്നെ തോൽപ്പിക്കാനാവില്ല, ഞങ്ങൾ അവൻ്റെ പിന്നാലെ. സുശക്തമായ ആ കോട്ടയെ ഭേദിച്ചുകൊണ്ട് ഒരു ദുഷ്ടനും കടന്നു വന്ന് നമ്മെ തകർക്കാൻ കഴിയാത്ത വിധം ഞാനും നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവീക പരിരക്ഷയുടെ ബലത്തെ ഓർത്തുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം. ആയിരങ്ങൾ കണിനിരക്കാൻ കഴിയുന്ന അചഞ്ചലനായ ക്രിസ്തു വൈഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു, അവനിലൂടെ മാത്രം രക്ഷ. മനുഷ്യൻ അഭിമുഖിക്കുന്ന നാനാവിധ പരിശോധനകൾക്ക് ഒരൊറ്റ വഴി മാത്രം, അത് യേശു ക്രിസ്തുവിന്റെ വഴിയാണ്. അത് ശാശ്വത സുവിശേഷത്തിന്റെ വഴിയാണ്. എന്തുപറ്റി? പുരോഹിതന്മാർ അവനെ ക്രൂശിച്ചു കൊന്നു. അതിന് പീലാത്തോസിനെ ഏൽപ്പിച്ചു കൊടുത്തു. സത്യത്തിൽ ഇതോടുകൂടി ഈ മാർഗം തകരേണ്ടതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒത്തിരി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. 3 മുന്നണികൾ പ്രബലമായിട്ടുണ്ട്. ക്ഷമിക്കണം, ഈ 3 മുന്നണികളിൽ പ്രധാനപ്പെട്ട ഓരോ രാഷ്ട്രീയ പാർട്ടിയുണ്ട്, അത് ലീഡ് ചെയ്യുന്നത്. ഈ പാർട്ടികൾ ഒഴിച്ചാൽ ബാക്കി മിക്ക രാഷ്ട്രീയ കക്ഷികളും ഈ നേതാവ് മരിക്കുന്ന പോലെ അതും അങ്ങ് മരിക്കും. അതല്ലേ സത്യം? ഈ പ്രധാനപ്പെട്ട 3 പാർട്ടിക്ക് വലിയ ക്ഷതമില്ല, ഇച്ചിരി ക്ഷീണമൊക്കെ വരുന്നേ ഉള്ളൂ, വലിയ ക്ഷതം വരത്തില്ല. അപ്പോൾ ബാക്കിയൊക്കെ നശിക്കും. അതൊരു തത്വമാണ്. നമ്മളെല്ലാം കൂടി കളക്ടറേറ്റ് വിക്കറ്റ് ചെയ്യാൻ പോയാൽ പോലീസ് ആദ്യം തല്ലുന്നത് ആ ലീഡർക്കിട്ടാണ്. കാരണം ലീഡർക്കിട്ട് അടി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്നവൻ ഓടും, പിന്നെ നിൽക്കില്ല, ഒരു മയവും പിന്നെ അതിനകത്തില്ല. മുൻ മന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഓർഡർ കിട്ടിയാൽ അടി ഉറപ്പ്, അതാ ലാത്തി ചാർജ്. എങ്കിലേ നമ്മൾ ഓടൂ. കൂടുതൽ പരിക്ക് സമൂഹത്തിന് വരാതിരിക്കാൻ പോലീസിന് അനുവദിച്ചിട്ടുള്ളൊരു നിയമമാണ്. മനസ്സിലായില്ലേ? സമൂഹത്തിന് വലിയ ക്ഷതം പറ്റും. മനുഷ്യർ കയറി കളക്ടറേറ്റ് ആക്രമിക്കും, അത് ഉദ്ദേശിക്കുന്നത് നിൽക്കില്ല. അതിനാണ് തല്ലി വിരട്ടിയൊക്കെ നമ്മൾ ഓടിക്കുന്നത്, ആളുകൾ പല വഴിക്ക് ഓടുന്നത്. കർത്താവിനെ ക്രൂശിക്കുമ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി. ദുർബലനായ പത്രോസ്, കൂടെ ഒരു യോഹന്നാൻ, ആ വീട്ടിൽ തന്നെ ഒരു യാക്കോബ്, പത്രോസിൻ്റെ ചേട്ടനായ അന്ത്രയോസ്, ഇവർ ഈ സ്ഥാപനം എവിടേക്ക് കൊണ്ടുപോകാനാ? അങ്ങനെ ഇൻ്റലിജൻസിനെ വെച്ച് പഠനം നടത്തി എങ്ങനെ ഇതിനെ ദുർബലമാക്കാമെന്ന് കൃത്യം മനസ്സിലാക്കിയിട്ടാ പുരോഹിത ശക്തന്മാർ എന്നുമെന്നും ഇവർക്ക് ഓർമ്മ കൊടുക്കത്തക്ക വിധത്തിൽ ഒരു ക്രൂര കൊല നടത്തുന്ന യേശുവിനെ. ഇനി പിന്നാലെ വരുന്നതിൻ്റെ അവസ്ഥ ഇതാണെന്ന് കാണിക്കത്തക്ക വിധം ഒരു പരസ്യ വധശിക്ഷ. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലൊക്കെ വധശിക്ഷയുണ്ട്. അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിധിക്കുന്ന കേസുകൾക്ക് വധശിക്ഷ. ഈ അപൂർവങ്ങളിൽ അപൂർവം എന്താണെന്ന് നമ്മുടെ പീനൽ കോഡിലൊന്നും എഴുതിയിട്ടില്ല. അതൊരു ജഡ്ജിയുടെ കാഴ്ചപ്പാടിൻ്റെ മാനദണ്ഡമാണ്. അല്ല ഇന്നതാണ് റയറസ്റ്റ് ഓഫ് റയർ എന്ന് പറയാൻ ഒരു ക്ലോസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിലർക്ക് വധശിക്ഷ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ജീവപര്യന്തമൊക്കെ കൊടുത്ത് വിടുമ്പോൾ നമ്മൾ പറയും ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഈ ജഡ്ജി ഒരു മനുഷ്യനാണ്. ഒരുത്തനെ കൊല്ലണോ നിസാരമല്ല, അത് പ്രാണം കളയുന്ന ഏർപ്പാടാണ്. അതുകൊണ്ടാണ് വിധി പറഞ്ഞിട്ട് ആ വിധി എഴുതിയ പേന ഇവർ മൂന കുത്തി ഒടിച്ച് കളയും. കാരണം ഒരു മനുഷ്യൻ്റെ പ്രാണനെ, കുറ്റം എന്തോ ആകട്ടെ, ഞാൻ നിമിത്തമാണ് ആ വിധി ഇട്ടത് എന്ന ഒരു കുറ്റബോധം അവരെ ഭരിക്കും. അതുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ കാര്യത്തിന് വധശിക്ഷ കിട്ടും.
അതും വളരെ രഹസ്യമായിട്ടാണ്, നമ്മൾ ആരെയും കാണിക്കുന്നില്ല. തൂക്കിലെറ്റുന്ന രീതി ഒക്കെ ഇന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട്, പക്ഷെ കാണിക്കില്ല നമ്മളെയൊന്നും. മരിച്ചവൻ്റെ ശവശരീരം ബന്ധുക്കൾക്കൊക്കെ വിട്ടുകൊടുക്കും, പക്ഷെങ്കിൽ ഈ രംഗമൊന്നും കാണിക്കില്ല. അത് കണ്ടാൽ ഒത്തിരി ഭീകരമാണ്. ഇങ്ങനെ വധശിക്ഷ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജുമായിലെ നമസ്കാരം കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ദിവസം ഈ വധശിക്ഷ നടപ്പിലാക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അത് കണ്ടിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അതിന് പറയുന്നത് ഇങ്ങനെ ശിക്ഷിച്ചാൽ ഈ കുറ്റകൃത്യം കുറഞ്ഞിരിക്കുമെന്നാണ്. അതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവണല്ല. എന്നാൽ ലോകത്തിൽ ഏറ്റവും മാരകമായ ശിക്ഷാരീതി ഇങ്ങനെ തൂക്കിലേറ്റുന്നതല്ല, വാളിനെ വെട്ടിക്കൊല്ലുന്നതല്ല, കല്ലെറിഞ്ഞു കൊല്ലുന്നതുമല്ല. ഏറ്റവും ഭീകര ശിക്ഷ ക്രൂശ് മരണമാണ്. ക്രൂശ് മരണത്തിൻ്റെ തത്വം അറിഞ്ഞാൽ മനസ്സിലാകും അത് ഭീകരമാണ്. അത് ഭീകരമാണെന്ന് ക്രൂശ് മരണത്തിൻ്റെ നാടായിരുന്ന റോമിലെ ചരിത്രകാരന്മാർ കൃത്യം എഴുതി വെച്ചു. ഞാൻ കണ്ടതിലെ ഏറ്റവും ഭീകരവും കിരാതവുമായ ശിക്ഷ എന്ന് റോമൻ ചരിത്രകാരനായ സ്ട്രാബോ ക്രൂശ് മരണത്തെക്കുറിച്ച് എഴുതി. നമ്മൾ കാണുന്നത് ദയനീയമായൊരു ക്രൂശ് മരണമാണെങ്കിൽ നമ്മൾ കണ്ട ചിത്രങ്ങളിൽ വരച്ചു വെച്ച ഡാവിഞ്ചിയുടെയോ അതല്ലെങ്കിൽ പിക്കാസോയോ മൈക്കൽ ആഞ്ചലോയോ വരച്ച ക്രിസ്തുവിൻ്റെ ചിത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതെങ്കിൽ അതൊക്കെ ദയനീയതയുടെ ഒരു മുഖമാണ് കാണുന്നതെങ്കിൽ ആ ദയനീയതയുടെ ഭാവമല്ല ക്രൂശ് തരുന്നത് ചരിത്രം പഠിച്ചാൽ, മറിച്ചത് ക്രൂരമാണ്, ഏറെ ക്രൂരം. ആ ക്രൂരത സംബന്ധിച്ച് ഞാൻ ഒന്ന് രണ്ട് വിശദീകരണങ്ങൾ നിങ്ങൾക്ക് തരാം. ഒന്നാമതായിട്ട്, നമ്മുടെ ചിത്രങ്ങളിൽ നമ്മൾ കാണുന്ന മശികാ ചരിത്രം പോലെയുള്ള ജീസസ് പോലെയുള്ള ചിത്രങ്ങളിൽ കാണുന്ന ക്രൂശീകരണ രീതിയും ചരിത്രത്തിലെ ക്രൂശും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ കാണുന്ന വിധത്തിൽ തടി ചതുരവടിവിലെടുത്ത് മിനുക്കി പോളിഷ് ചെയ്ത് ചിന്തേരും പണിയുമൊക്കെ നടത്തി ആശാരി തച്ചുശാസ്ത്ര വിദഗ്ധനായ ഒരാൾ പണി കഴിപ്പിച്ച ക്രൂശല്ല റോമിൽ ക്രൂശിക്കാൻ ഉപയോഗിക്കുന്നത്. മറിച്ച് രണ്ടുരുളൻ മരത്തടികൾ. ആ മരത്തടികളിൽ ഒന്നിൻ്റെ പേര് വിലങ്ങനെയുള്ള ഒരു തടിയുണ്ടല്ലോ, ആ തടിക്കൊരു പേര് പറയും പാറ്റീബുലം എന്നാണ് റോമക്കാർ അതിന് പേരിടുക. പാറ്റീബുലം. കുത്തനെ ഒരു തടിയുണ്ടല്ലോ, വെർട്ടിക്കലായിട്ടുള്ള ആ തടിക്കൊരു പേര് പറയും സിംപ്ലക്സ് എന്നാണ് പറയുക. ഈ സിംപ്ലക്സും പാറ്റീബുലവും മുൻകൂട്ടി ഈ ടീ ആകൃതിയിൽ വെക്കുന്ന പതിവൊന്നുമില്ല. അതുകൊണ്ട് കഷ്ടാനുഭവ ആഴ്ചയിൽ വഴിനീളെ നമ്മൾ കണ്ടുവരുന്ന പരിചയിക്കുന്ന ആ ക്രൂശ് മരണ രീതിയൊന്നും യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുന്നതല്ല. മറിച്ച് ഇതിലെ ഒറ്റത്തടി ചുമന്നാൽ മതി. ഒറ്റത്തടി എന്ന് പറഞ്ഞാൽ വിലങ്ങനെ വച്ചിരിക്കുന്ന ആ ഉരുളൻ തടിയെടുത്ത് ആളിൻ്റെ തോളിലേക്ക് വെക്കും. തോളിലേക്ക് വെച്ചിട്ട് കൈകൾ രണ്ടും ചേർത്തവയോട് കെട്ടും. ഈ സിംപ്ലക്സ് എന്ന് പറയുന്ന കുത്തനെയുള്ള തടിയില്ലേ, ഇത് പടയാളികൾ ചുമന്നുകൊണ്ട് നിർദ്ദിഷ്ട സ്ഥലത്ത് എത്തിക്കണം. കാരണം ഒരു മനുഷ്യന് അയാളുടെ ശരീരം മുഴുവൻ തൂങ്ങുന്ന ഇത്തരത്തിലെ രണ്ട് തടികൾ എടുക്കാൻ ത്രാണിയൊന്നുമില്ല. ഇതവിടെ കൊണ്ടെത്തിക്കണം. അത് നേരത്തെ ചെന്നെത്തിച്ചിരിക്കും. വിലങ്ങൻ തടി ഇങ്ങനെ കയറ് വെച്ച് കെട്ടി ആളിനെ കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നിട്ട് ഈ കയറടിച്ച് ഈ തടിയോട് ചേർത്ത് കൃത്യമായി കെട്ടി ഒരു കുരിശിൻ്റെ രൂപം, നമ്മളിത് കാണുന്ന നിലയിലെ ഒരു കുരിശിൻ്റെ രൂപം അത് സെറ്റാക്കുന്നത് കെട്ടി വൃത്തിയാക്കിയാണ്. വളരെ ടൈറ്റായി കെട്ടി യോജിപ്പിച്ചിട്ട് ഈ മനുഷ്യന്റെ ശരീരം ഇതിലേക്ക് കിടത്തുകയാണ്. നോക്കണം, ക്രൂശിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകൾ 3 ആരാച്ചർമാർ രംഗത്തേക്ക് വരണം. എന്നിട്ട് ഈ ആളിനെ വലിച്ചു പിടിച്ചു കിടത്തിയിട്ട് അപ്പോത്തിക്കരി എന്നറിയപ്പെടുന്ന വൈദ്യനുണ്ട്. ഈ വൈദ്യൻ വന്ന് നാഡീഞരമ്പുകൾ പിടിച്ച് ഒരു പ്രത്യേകമായ സ്ഥലം, ഈ ആണി ഇറക്കേണ്ട സ്ഥലം സ്പോട്ട് ചെയ്യണം. അത് നമ്മൾ കണ്ട് പരിചയിച്ചതുപോലെ കൈവെള്ളയിൽ ആണിയടിക്കുന്ന രീതിയൊന്നുമില്ല. മറിച്ച് നമ്മൾ ഈ കൈക്കുഴയുണ്ടല്ലോ, മണിബന്ധം എന്ന് പറയുന്ന ഭാഗം, റിസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന ഭാഗം, ഇവിടെയാണ് ആണി ഇറക്കുക. ആണി അടിക്കുകയല്ല, ചതുര വടിവാണ് ആണിക്ക്. ആണിയുടെ അഗ്രഭാഗം നല്ല മുനയുള്ളതാണ്, അതിൻ്റെ മറുഭാഗം ഉരുണ്ടിരിക്കും. അപ്പോൾ ഈ വലിയ ആണി, ഈ പച്ചിരുമ്പാണി 3 ആരാച്ചർമാർ ഒരേ നേരം കൈകളിലെടുത്തിട്ട് ഒരാൾ കുറ്റപത്രം വായിക്കും. ഇത് നടപ്പിലാക്കാൻ വരുന്നൊരു ഉന്നത ഉദ്യോഗസ്ഥൻ, നസ്രായനായ യേശു എന്ന താങ്കൾ, യോസേഫിന്റെ പുത്രൻ, താങ്കൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപ്രകാരം രാജ്യ നിയമങ്ങളെ ലംഘിച്ചുവെന്ന് പീലാത്തോസിന്റെ കോടതി ഉറപ്പാക്കുകയും താങ്കൾക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കയാൽ ആ വധശിക്ഷ ഇന്നേ ദിവസം രാജ്യം ഭരിക്കുന്ന കൈസർ എന്ന നമ്മുടെ രാജാവിൻ്റെ മഹത്വത്തിനും നാടിൻ്റെ സമാധാനത്തിനുമായി ഞങ്ങൾ ഇതിനാൽ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ റോമ കൈസർ ജയിക്കട്ടെ 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 എന്ന് പറയുമ്പോൾ ജനമെല്ലാം ആഹ്ലാദ നൃത്തം അവിടെ ആരംഭിച്ച് അതിൽ ക്രൂശിൻ്റെ ആ പരിസരത്ത് നിന്നുകൊണ്ട് പലതരം ജൽപ്പനങ്ങൾ നടത്തി ക്രൂശിക്കപ്പെടുന്നവനെ ചീത്ത പറഞ്ഞ് പുലഭ്യം പറഞ്ഞ് ആരവാരം
ഉണ്ടാക്കുമ്പോൾ മൂന്നാളുകളും ഒരുപോലെ ഈ നീണ്ട ഇരുമ്പാണി കൃത്യമായി കുത്തിയിറക്കി ചോര ധാരാളമായി വാർന്നുപോയി. ആ പരിസരമൊക്കെ രക്തത്തിൽ കുളിച്ചു കിടക്കുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ പ്രധാനപ്പെട്ട ആ ജനനായകൻ ഒരു സിഗ്നൽ കൊടുക്കും. ആ ഘട്ടത്തിൽ മൂന്നാളുകളും ഒരുമിച്ച് ഈ ആണി ഒന്ന് തിരിക്കും. ഈ ചതുരവടിവുള്ള ആണി തിരിച്ചു കഴിയുമ്പോൾ പിന്നെ ചോര വരില്ല, രക്തം വരില്ല. കാരണം ഞരമ്പ് കെട്ടുകൾ സ്തംഭിച്ചിരിക്കുന്നു. ഞരമ്പ് കെട്ടുകൾ സ്തംഭിച്ചതുകൊണ്ട് ആള് ഒരു ആലസ്യത്തിലേക്ക്, ഒരു മയക്കത്തിലേക്ക് പോകും. ഈ സമയം നോക്കി ചുറ്റിക കൊണ്ടുവന്നിട്ട് തടിയോട് ചേർത്ത് ഈ ആണിയടിച്ചുറപ്പിച്ച് ഈ ശരീരം നേരെ ഈ പറയപ്പെട്ട കുഴിക്കുള്ളിലേക്ക് ഇറക്കി വെച്ച് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിന്റെ ഏകദേശ നിലയിൽ അങ്ങനെ കിടത്തും. പ്രിയപ്പെട്ടവരെ, ക്രൂസിൽ കിടക്കുന്ന ആളിന് നമ്മൾ ഉദ്ദേശിച്ചുള്ള ശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് അറിയണ്ടേ? ഞരമ്പ് കെട്ടുകൾ സ്തംഭിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ശരീരത്തിൽ ഓക്സിജന്റെ അളവ് തീരെ കുറവാണ്. രക്തസംക്രമണം കുറഞ്ഞ ആ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വൻതോതിൽ ശേഖരിക്കപ്പെടും. വെളുത്തു സുമുഖനായി സുന്ദരനായ ഒരു മനുഷ്യനും കറുത്ത് കരിവാളിച്ച് ഒരു ഭീകര രൂപിയെപ്പോലെ ആ ക്രൂശിൽ കിടക്കും. വീണ്ടും പറയട്ടെ, ക്രൂശിൽ മരിച്ചവന്റെ ശരീരം നിലത്തിറക്കി കിടത്താൻ പാടില്ല. ക്രൂശിൽ മരിച്ചവന്റെ ശരീരം വെള്ളത്തിൽ ഒഴുക്കാൻ പാടില്ല. ക്രൂശിൽ മരിച്ചവന്റെ ശരീരം തീക്കിരയാക്കാൻ പാടില്ല. എന്തെന്നാൽ ശവസംസ്കാരത്തിന്റെ 3 രീതികളും മാറ്റി ഇത് ക്രൂശിൽ തന്നെ കിടക്കണം. അതാണ് അതിന്റെ നിയമം. പക്ഷെ ഈ നിയമത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് യേശുവിന്റെ തിരുശരീരം നിലത്തിറക്കി വെക്കുന്നതിന് മറ്റു ചില മാനദണ്ഡങ്ങളുണ്ട്. അതിന്റെ വിഷയം ക്രൂശീകരണമല്ലാത്തത് കൊണ്ട് സാന്ദർഭികമായി ചിലതെയാണെന്ന് പറയുന്നു എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, ഈ ക്രൂശിൽ മരിച്ചവന്റെ ശരീരം നിലത്തിറക്കി കിടത്തരുതെന്ന് പറയുന്നത് റോമക്കാർക്ക് ഭൂമി ഒരു ദേവനാണ്. അതുകൊണ്ട് മരിച്ച ഹതഭാഗ്യന്റെ, ഒരു കൊടും കുറ്റവാളിയുടെ, ഒരു ഭീകരന്റെ, ഒരു അധർമ്മിയുടെ ശരീരം ഏറ്റെടുത്തു വാങ്ങാൻ ഭൂമിയിൽ വെക്കാൻ പാടില്ല. മറ്റിതര ശവങ്ങളെ പോലെയല്ല. വചനം പറയുന്നു, അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി, കൊടും കുറ്റവാളികളുടെ കൂട്ടത്തിൽ, ക്രിമിനലുകളുടെ കൂട്ടത്തിൽ എണ്ണിക്കൊണ്ട് അങ്ങനെ കൊല ചെയ്തു യേശുവിനെ. ആ ശരീരം ക്രൂശിൽ കിടക്കണമെന്ന് പറയാൻ കാരണം എന്താ? പകൽ മുഴുവൻ അത് ചൂടടിച്ചും രാത്രിയിലെ തണുപ്പടിച്ചും ആ ശരീരം ചീറി അത് വികൃതമായി കിടക്കുന്ന ഘട്ടത്തിലേക്ക് ആ ശരീരത്തിനടിയിലേക്ക് പ്രാണികൾ പറന്നു വരും, കാക്കകൾ പറന്നു വരും, കഴുകന്മാർ പറന്നു വരും. മാംസളമായ കവിളും ശരീരഭാഗങ്ങളും കൊത്തിപ്പറിക്കും, വയർ കൊത്തിപ്പറിക്കും, കുടൽമാലകൾ തുറിച്ചു താഴെ വീഴും. അത്യധികം ഭീകരമാണ്. ആ രംഗത്ത് ഈ സ്ഥലത്തേക്ക് കടവാതിലുകൾ ചീറിപ്പഞ്ഞു വരും. താഴെ കിറന്നു വീഴുന്ന മാംസത്തുണ്ടുകൾ ഭക്ഷിക്കാൻ നായ്ക്കൾ ഓടിവരും, നരികൾ ഓടിവരും. ഇത്ര ഭീകരവും കിരാതവുമായ ശിക്ഷയാണത്. ക്രൂശിൽ മരിച്ചവനെ ക്രൂശിൽ നിന്ന് നിലത്തിറക്കാതെ വെള്ളത്തിലൊഴുക്കിയാൽ ജലദേവത കോപിക്കുമെന്ന് റോമക്കാർ വിശ്വസിച്ചിരുന്നു. ക്രൂശിൽ മരിച്ചവനെ അഗ്നിക്കിരയാക്കിയാൽ അഗ്നിദേവത കോപിക്കുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. ഇത്തരം അന്ധവിശ്വാസ ജടിലമായ വസ്തുതകൾക്ക് നടുവില് ഈ ക്രൂശിക്കപ്പെടുന്നവനെ കണ്ടിട്ട് ഉലകം പറയും, ക്രൂശിൽ മരിക്കുന്നവൻ മരത്തിൽ തൂങ്ങുന്നവൻ, ശവിക്കപ്പെട്ടവൻ. എവിടെയാണ് ക്രൂശിക്കേണ്ടത് അറിയണ്ടേ? പെരുവഴിയുടെ ഓരത്ത്. നാളെ ഈ കുറ്റം മറ്റാരും ആവർത്തിക്കാതിരിക്കാൻ കുറ്റസംഗതി കൂടി എഴുതി വെച്ചിട്ട് ആളുകൾ കടന്നു പോകുന്ന പെരുവഴിയുടെ ഓരത്ത് ക്രൂശിക്കുമ്പോൾ ഇത് കണ്ടിട്ട് നാളെ ആരും ഈ തിന്മ ചെയ്യാതിരിക്കത്തക്ക വിധത്തിൽ യേശു എന്ന ഒരാളിനെ മുന്നറിയിപ്പായി ക്രൂശിച്ചു. പക്ഷേ ക്രൂശിക്കപ്പെട്ടവൻ മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് തിരികെ വന്ന് തൻ്റെ ശിഷ്യന്മാരോട് സംവാദിച്ച് 40 ദിവസം ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് പലഘട്ടം പ്രത്യക്ഷനായി. 500 പേർക്ക് ഒരുമിച്ച് ഒരു വട്ടം പ്രത്യക്ഷനായി. പിരിയാൻ പോകുമ്പോൾ പറയുക, നിങ്ങൾ ഭയപ്പെടുകയെന്ന് ചെയ്യരുത്, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ പതറിപ്പോകരുത്, നിങ്ങൾ ചഞ്ചല ചിത്തരാകരുത്. ഞാൻ പെരുവഴിയിൽ സഹിച്ച ത്യാഗമില്ലേ, വേദനയില്ലേ, അതിൻ്റെ മർമ്മം നിങ്ങൾ ഉലകത്തോട് പ്രസ്താവിക്കണമെന്ന് പറഞ്ഞ് ഒരു മഹാനിയോഗത്തിന്റെ അനുഗ്രഹം പിതാവരിക്ക് നൽകിയിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സകല അധികാരവും പിതാവരിക്ക് നൽകി എങ്കിൽ നിഷിബ്ധമായ ആ അധികാരം ഉപയോഗിച്ച് ഞാൻ നിങ്ങളെ അയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അന്നയച്ച ആ പടപ്പുറപ്പാട് ഇന്ന് രാത്രിയും ഞാനും നിങ്ങളും ഒരുമിച്ച് മഹായുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് നസ്രായന് വേണ്ടി ആർപ്പ് വിളിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, കാലങ്ങൾക്കപ്പുറത്ത് റോമാ കൈസർ ജയിക്കട്ടെ 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 എന്ന് വിളിച്ച് അന്തരീക്ഷം മുഖരിതമാക്കി അവന്റെ കരച്ചിലിന്റെ ശബ്ദം പോലും പുറത്തേക്ക് വരാതെ അടക്കാൻ ശ്രമിച്ച പരീക്ഷകൾക്ക് നടുവിൽ ഇതാ കോടിക്കണക്കിന് ജനം ലോകത്തിന്റെ 5 വൻകരകളിലും ഒരുമിച്ച് വിളിക്കുന്നു, അറുക്കപ്പെട്ട കുഞ്ഞാടേ, നിനക്ക് മഹത്വം, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങി. ആ ജയത്തിന്റെ വിളംബരമാണ് സുവിശേഷം. ആ സുവിശേഷം ഈ രാത്രി ഞങ്ങൾ ആവർത്തിച്ചുറപ്പിച്ച് ഈ ദേശത്തോട് പ്രഖ്യാപിക്കുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട അജയ്യമായ നാമം നമ്മുടെ കർത്താവായ
യേശുക്രിസ്തുവിൻ്റെ നാമം. ഹല്ലേലൂയ. അപ്പോഴേ ഗലീലിയൻ മേഖലയിലെ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടുവെന്ന് ലോകം കരുതിയ നസ്രായൻ്റെ മരണത്തോടെ ഈ മാർഗം തീരുമെന്നവർ ചിന്തിച്ചു. തീർന്നില്ല. ഏറ്റവും ഭീരുക്കളെന്ന് വിധി എഴുതിയ അവിടുത്തെ ശിഷ്യന്മാർ കരുത്തരായി. പണ്ടൊരു സഹോദരിയുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസും 3000-ലധികം ആളുകൾ അണിനിരന്നൊരു മഹായോഗത്തിൽ ധൈര്യം പൂണ്ടവനായി സുവിശേഷം പറഞ്ഞു. നമുക്കിന്ന് രാത്രി പ്രാർത്ഥിക്കേണ്ടത് ആ ധൈര്യത്തിൻ്റെ ഒരളവ് എനിക്കും, ആ ധൈര്യം സ്വതസിദ്ധമായ എൻ്റെ ജനസിൻ്റെ ഗുണമല്ല, അതെൻ്റെ പാരമ്പര്യമല്ല. നീ എനിക്ക് ആ ധൈര്യത്തിൻ്റെ ഒരളവ് തന്നാൽ, നീ ആ കൃപയുടെ ഒരളവ് തന്നാൽ, നീ ആ നിയോഗത്തിൻ്റെ ഒരളവ് തന്നാൽ സംതൃപ്തിയോടെ ഞാൻ അങ്ങയെ പ്രസംഗിക്കും. അന്ന് 3000 പേരെ കൊണ്ട് ആരംഭിച്ചു. ആ ഘട്ടത്തിൽ ഇത് പണ്ടേ പൂട്ടിപ്പോകുമെന്ന് ധരിച്ചവരുടെ നടുവിൽ ഈ മാർഗം കുതിച്ചുയർന്ന് ശക്തിപ്പെട്ടു വന്നപ്പോൾ ശൗൽ എന്ന് വിളിപ്പേരുള്ള തർസോസിലെ ശൗൽ എന്നറിയപ്പെട്ട പൗലോസ് ഇത് കൈകാര്യം ചെയ്യാൻ സന്നദ്ധനായി. പൗലോസ് എന്നിട്ട് പറഞ്ഞു, ഇതൊരു സന്നിധിയും കോടതിയല്ലേ, കോടതിയിലെ മജിസ്ട്രേറ്റ്, ജഡ്ജ്, മഹാപുരോഹിതനല്ലേ, മഹാപുരോഹിതനായ അങ്ങ് എനിക്ക് അഡ്വാൻസ്ഡായിട്ട് ഇവരെ കൊല്ലാൻ അനുമതി തന്നാൽ ഞാനിവരെ വലിച്ചിഴച്ച് തെരുവിൽ കൊണ്ടുവന്ന ആളുകൾ കാണുക കൊല്ലും. കൊല്ലാനുള്ള അധികാരം എനിക്കുണ്ട്. കാരണം ഞാനും ഈ ജൂറിമാരുടെ ചേംബറിലിരുന്ന് ന്യായപ്രമാണം കൃത്യമായി പഠിച്ചയാളാണ്. ഇങ്ങനെ അനുമതി മഹാപുരോഹിതൻ എഴുതി കൊടുത്തു. അപ്പോൾ ഈ കൊലയ്ക്ക് ന്യായീകരണമുണ്ട്. കൊലയെ രണ്ടായിട്ട് എടുക്കാം. കൊലയും കൊലപാതകവും രണ്ടാണ്. മനസ്സിലായില്ലേ? ആ, പറയാം. ഒരുത്തനെ കൊല്ലാൻ, കുറ്റവാളിയെ കൊല്ലാൻ സുപ്രീം കോടതി അവസാനം ഉത്തരവിട്ടു, കൊല്ലണം. ഇവനെ കൊല്ലാൻ ആളെ കിട്ടുന്നില്ല. അപ്പോൾ ഈ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരുന്ന പ്രതികളെ ഇങ്ങനെ പോലീസ് ആർക്കും കൊടുക്കാതെ കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ടോ? എന്താ ചെയ്യുന്ന അറിയണ്ടേ? നമ്മളാലും കൈവച്ചാൽ കളി മാറും. അവനെ ഈ രാജ്യത്തെ നിയമം മാത്രമേ കൈകാര്യം ചെയ്യാവൂ. ഇവൻ്റെ വധതിച്ച് നടപ്പിലാക്കാൻ ആരുമില്ലാതിരിക്കുക. വഴി കണ്ട നമ്മൾ പറഞ്ഞു, സാറേ ഇപ്പോൾ അങ്ങനൊന്നും വിഷമിക്കണ്ട, ഞാൻ അവനെ തട്ടിയേക്കാന്ന് പറഞ്ഞു. നിങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൊലക്കുറ്റത്തിലാവപ്പെട്ടു. കാരണം നിങ്ങൾക്ക് അധികാരമില്ല, എനിക്ക് അധികാരമില്ല. മനസ്സിലായില്ലേ? നടപ്പിലാക്കാൻ നമുക്ക് അധികാരമില്ല. അതിന് കൺസേൺഡ് ഓഫീസേഴ്സ് ഉണ്ട്, അവർക്കേ പറ്റൂ. അതാ നിയമം. അത് കൊല. ഇനി കൊലപാതകം എന്താ? അത് നമുക്കറിയാം, വിശദീകരിക്കുക. അതല്ലേ അന്യൻ്റെ പ്രാണനെ കളയുക. മറ്റൊന്നുകൂടി, യുദ്ധമേഖലയിൽ നമ്മൾ നിറയൊഴിച്ചു, പാകിസ്ഥാൻ്റെ പടയാളികൾ മരിച്ചു. അത് കൊലപാതകമല്ല. എൻ്റെ കാരണം എന്താ? ആ മനുഷ്യൻ ഒറ്റയ്ക്ക് ചെയ്തല്ല. നമ്മൾ 130 കോടി ജനം കൊടുത്ത അധികാരം കൊണ്ട് നമ്മളെല്ലാം കൂടെ ആ തട്ടിയേ. മനസ്സിലായില്ലേ? വൈക്കേരിയസ് റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് എല്ലാവർക്കും കൂടെ. ഇനി ഒന്നുകൂടെ പഠിച്ചു. പോലീസ് നമ്മളെ തല്ലിയാലും അതാ കേസില്ലാത്ത ലാത്തിച്ചാർജിലാട്ടോ. അല്ലാതെ പോലീസ് തല്ലിയ കളി മാറും. ലാത്തിച്ചാർജ് നടന്ന് പോലീസ് അടിച്ചു, നമ്മൾ താഴെ വീണു, ബോധം കെട്ടു, ആരാണ്ടൊക്കെ ദേഹത്തെ ഔട്ടി മരിച്ചുപോയി. കുറേ ബഹളമൊക്കെ ഉണ്ടാക്കും, പോലീസിൻ്റെ പേര് കേസ് വരത്തില്ല. കാരണം പോലീസ് ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിന് വേണ്ടി ചെയ്തതാണ്. എന്നുവെച്ചാൽ പോലീസിൻ്റെ അടി എന്ന് പറഞ്ഞാൽ കേരളം മുഴുവനുള്ള നമ്മുടെ മുഴുവൻ ജനങ്ങളുടെയും കൂടെ അടി. അതാ ഇത്രയും വേദന. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ പണി വരുന്നത് കാണുമ്പോഴേ വീട്ടിൽ കയറി പൊക്കോണം, പിന്നെ നിൽക്കരുത്. അവരുടെ പരിശീലനം അങ്ങനെയാണ്. കാരണം ഇതവൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിലും വലിയ കലഹം ഉണ്ടാക്കണം. അതാ നമ്മൾ പിരിഞ്ഞു പോകണം. അത് കൊലപാതകമല്ല. എന്നാൽ പോലീസ് കൊണ്ടിട്ട് ഉരുട്ടിക്കൊന്നാൽ കളി മാറും, അകത്തിട്ട് പീഡിപ്പിച്ചു വന്നാൽ കളി മാറും. ഇവിടെ ബൈ ചാൻസിൽ ഇതൊക്കെ സംഭവിച്ചാൽ അവർക്ക് നടപ്പിലാക്കാതെ കൊലയും കൊലപാതകവും മനസ്സിലായല്ലേ? ആ, ബൈബിളൊക്കെ എടുത്തിട്ട് ബൈബിളിൽ ചില ആൾ പറയും ബൈബിൾ മൊത്തം കൊലപാതകമാണ് നല്ലെന്ന്. ദാവീദ് കൊലപാതകമല്ലെന്ന്, രാജ്യത്തിന് വേണ്ടിയാ. മനസ്സിലായില്ലേ? ശൗല് കൊല്ലുന്നത് രാജ്യത്തിന് വേണ്ടിയാണെന്ന്. പൊളിറ്റിക്കൽ വാറാണ് ബൈബിളിൽ കണ്ടല്ല. മതപരമായിട്ട് അന്യൻ്റെ ആരാധനയെല്ലാം അടിച്ചു തീർക്കല്ല. അറിയില്ല ചിലർക്കത്. പൊളിറ്റിക്കൽ വാർ. ബൈബിളിൽ എവിടെയെങ്കിലും ആളുകളെ മതപരിവർത്തനത്തിന് വേണ്ടി തലവെട്ടുന്ന സംഭവം ഉണ്ടോ?
ഇല്ലയെന്ന്. പൊളിറ്റിക്കൽ വാറാണ്. മാത്രമല്ല, വെളിച്ചപ്പാടനെയും മന്ത്രവാദികളെയും അവരെ വീട്ടിൽ പോയി കൊല്ലാനല്ല, നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാൻ ഇതിനകത്ത് പറ്റില്ല. അത് രാഷ്ട്രതന്ത്രജ്ഞതയായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ്. ശൗലേ പെർമിഷൻ എഴുതി മേടിച്ചു അവരെ കൊല്ലാൻ. ഇതും കൊല്ലുന്ന രീതി തന്നെ ക്രൂരാ. രഹസ്യത്തിൽ കൊല്ലുകയല്ല, വലിച്ചിഴച്ച് തെരുവിൽ കൊണ്ടുവന്നിട്ട് കൊല്ലുക. അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥ. എന്ത് ഭീകരമാണെന്നാലോചിച്ച്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരാളെ കൊല്ലണേ അങ്ങനെ അപമാനിക്കൊന്നുമില്ല. അജ്മൽ കസബ് എന്ന് പറയുന്ന ഭീകരനെയും പിടിച്ചു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഉദ്യോഗസ്ഥർ അവരുടെ സൈനിക പൈലറ്റുമാരെ രണ്ടുപേരെ പിടിച്ചു. അവർ മുറിവേറ്റ് വീണു. ആ രംഗം നിങ്ങൾ കണ്ടോ? ചെന്നിട്ട് നമ്മുടെ ആളുകൾ അവരെ ട്രീറ്റ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരുമ്പോൾ ഇവരെ റാങ്ക് അനുസരിച്ച് സല്യൂട്ട് അടിക്കുക. കാരണം അവൻ ചെയ്തത് വ്യക്തിപരമാക്കിയല്ല, രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത ആളാണ്. നമ്മൾ സല്യൂട്ട് അടിക്കും. പിന്നെ ചോദ്യം ചെയ്ത് തുടങ്ങും. ചോദ്യം ചെയ്ത് കാര്യങ്ങൾ കൃത്യം പറഞ്ഞാലേ പണി മാറും. അത് വേറെ കാര്യം. അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. നേരെ അങ്ങോട്ട് വിടുക. എന്നാൽ നമ്മുടെ ഒരു സൈനികനെ കിട്ടി. ഈ വെളിവുകെട്ട കക്ഷികൾ ചെയ്യുന്ന പണി കേട്ടോ, വികൃതമാക്കും ശരീരം. ക്രൂരമാണ്. നാക്കൊക്കെ പിഴുതെടുക്കും, കണ്ണ് ചൂഴ്ന്നെടുക്കും. അത്ര ക്രൂരതയാണ്. അവരെ കുഴപ്പമില്ല. 6-ാം നൂറ്റാണ്ട് മുതൽ ഇവർ പഠിച്ചു വെച്ച കാര്യമല്ല ഇത്. അതിത് മാറാൻ പറ്റില്ല. ക്രൂരത അത് മാത്രമാണ് അവിടെ കാണുന്നത്. ഞാനതൊക്കെ വീഡിയോയിലെത്തി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ കാണുന്ന, അവിടെ കണ്ട് മനസ്സിലാക്കുന്ന, എനിക്കും നിങ്ങൾക്കും ഇപ്പോൾ നല്ലത് അങ്ങനെ കണ്ടു. ചുരുക്കി പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ബോധ്യം വരണമല്ലോ, അതിന് പറഞ്ഞ. ഏതായാലും ഈ ശൗൽ ഇതുപോലായിരുന്നു, ഒരു മതഭ്രാന്തൻ. എന്താ മതഭ്രാന്തൻ്റെ ലക്ഷണം? എൻ്റെ ദൈവത്തിനേറെ പ്രിയപ്പെട്ടതെൻ്റെ പ്രാർത്ഥനയോ ആരാധനയോ വഴിപാടോ സ്തോത്രമോ സഹനമോ ക്ഷമയോ സ്നേഹമോ ഒന്നുമല്ല, അന്യമതത്തിൽപ്പെട്ടവൻ്റെ ചോര. അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ പേരാ മതതീവ്രവാദം. മനസ്സിലായോ? നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ സന്തോഷം എന്താ? നമ്മുടെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? നമ്മെ തന്നെ ദൈവത്തിൻ്റെ മക്കളായി അവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കൽ, ഒരു ശത്രുവിനും പതനം വരരുതേന്ന് പ്രാർത്ഥിക്കൽ, സമാധാനം ലോകത്ത് പുലരട്ടെ എന്ന് ആഗ്രഹിക്കൽ, ആയുധം കയ്യിലെടുക്കാതെ ആക്രോശിക്കാതെ എത്രമാത്രം ക്രിസ്തു നിമിത്തം വിധേയനായി തീരാം എന്നുള്ള സഹനം, അതിലാ ദൈവം പ്രസാദിക്കുന്നില്ലേ? എന്നാൽ അപരമതത്തിൽപ്പെട്ടവൻ്റെ ചോര, അതാണ് എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരാണ് തീവ്രവാദം. അത്തരത്തിലൊരു തീവ്രവാദിയെ പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ ഞാൻ ലാദനെയോ ഈ മസൂദിനെയോ ഒന്നുമല്ല പരിചയപ്പെടുന്നത്. ഫസ്റ്റ് വൺ ഈ ശൗലാണ്. സംശയിക്കണ്ട. മതത്തിന് വേണ്ടി കൊന്നു കൊല വിളിച്ച് വരും വഴിക്ക് ഒരു മനുഷ്യനെ പിടിച്ചു. ആളിൻ്റെ പേര് സ്തെഫാനോസ്. സ്തെഫാനോസിൻ്റെ ജോലി എന്താ? നമ്മൾ കളക്ഷൻ എടുത്തുകൊണ്ട് കൊടുക്കുന്ന പണവും പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളുമൊക്കെ ശേഖരിച്ച് കണക്കെഴുതണം. ഭക്ഷണശാലയിൽ ഭക്ഷണം കൃത്യം ഉണ്ടാക്കിയിട്ട് അന്തേവാസികളായി അന്ന് കഴിയുന്ന ആളുകൾക്ക് കൃത്യം വിതരണം ചെയ്യണം. അതിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കിട്ടിയെന്ന് ഉറപ്പുവരുത്തണം. അതിന് തിരഞ്ഞെടുക്കാൻ അപ്പോസ്തലന്മാർ പറഞ്ഞ ജ്ഞാനമുള്ള, വിവേകമുള്ള, ആത്മനിറമുള്ള 7 പുരുഷന്മാരിൽ ഒരാളുടെ പേരാണ്. കണ്ടോ, ഭക്ഷണം ഉണ്ടാക്കാൻ വരുന്ന ആത്മനിറവുള്ളവരെ തിരഞ്ഞെടുക്കുകയായിരുന്നു നമ്മുടെ പൂർവിക ചരിത്രം. നമുക്കിന്ന് ഒത്തിരി പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്. തിരിഞ്ഞു നടക്കണം. പ്രാർത്ഥനയുടെ അന്തരീക്ഷം അവിടെ വേണ്ടേ? തമാശയും കളികളും ഒക്കെ അല്ല വേണ്ട, പ്രാർത്ഥനയുടെ അന്തരീക്ഷം. അതിൻ്റെ തെളിവെന്താണെന്നറിയണ്ടേ? ആ പുകയുന്ന അടുക്കള, ടെൻഷൻ നിറഞ്ഞ അന്തരീക്ഷം. അപ്പോഴൊക്കെ സ്തെഫാനോസ് പ്രാർത്ഥിക്കുന്ന, ദൈവമേ, വിശുദ്ധന്മാർക്ക് വിളമ്പേണ്ട ഈ ഭക്ഷണം ഏറ്റവും യോഗ്യമാകണമേ, ഇത് കഴിക്കുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടണമേ, ഇവിടെ വരുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരു സേവകനാകാൻ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങനെ താണു പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ തീരുമാനിച്ചു, നിനക്കിനി ഈ ജോലി അധികം നാളില്ല, പരസ്യത്തിന് പൊക്കോളാൻ. നമ്മളാണെ കൊണ്ടുപോകും. കിച്ചണിൽ നിന്ന് നിനക്കെന്നെ അറിവ്, നിനക്കെന്താ പ്രാപ്തി? പക്ഷെ അവൻ പുറത്തേക്ക് ഇറങ്ങി. പ്രസംഗം മാത്രമല്ല,
അവനിലെ പരിശുദ്ധാത്മാവിനോടും ദൈവകൃപയോടും ജ്ഞാനത്തോടും സംസാരിച്ച് നിൽക്കാനുള്ള ത്രാണി റബിമാർക്കില്ല. ഹല്ലേലൂയ. ഞങ്ങൾ സാറിന് ഈ സംവാദമൊക്കെ നടത്തുമ്പോൾ എതിർകക്ഷിയോട് അഹങ്കാരത്തിൻ്റെതല്ലാത്ത അങ്ങനെ നിങ്ങൾ എടുക്കല്ലേ, ഒരു കാര്യം പറയും, നീ തോൽവി ഉറപ്പിച്ചു വന്നാൽ മതി. നല്ല കോൺഫിഡൻസാണ്. ഞങ്ങളുടെ കഴിവല്ല, ഈ പുസ്തകം തരുന്ന ധൈര്യം, പരിശുദ്ധാത്മാവ് തരുന്ന ധൈര്യം, പ്രാർത്ഥിക്കുന്ന 10,000 തരുന്ന ബലം. നീ തോറ്റിരിക്കും ഉറപ്പാണ്. അതിൻ്റെ ഗുണം കണ്ടോ? പണ്ടെന്തെല്ലാം പരിപാടിയാണ്. ഒരു ഉപദേശി ബൈബിളുമായിട്ട് വഴിയിൽ നിന്ന് കഴിഞ്ഞാൽ ഉടനെ ഓടി വരും. ദൈവത്തിന് മകനുണ്ടോ? 100 ചോദ്യമാണ്. സംവാദത്തിനുണ്ടോ? ഞാൻ അതിന് പറയാറുണ്ട്, ഈ തമിഴന്മാർ പണ്ട് നമ്മുടെ നാട്ടിൽ കൂടെ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്നല്ലോ, നിങ്ങൾ നിങ്ങളോട് തർക്കത്തിനുണ്ടോ എന്ന് ചോദിച്ച് ഇങ്ങനെ നടന്നിരുന്ന കക്ഷികളാണ്. പോസ്റ്ററാണ്, പത്തനംതിട്ടയൊക്കെ ധാരാളമാണ്. പക്ഷേ ഇന്നൊരു 3 കൊല്ലമായിട്ടേ ഈ പരിപാടിയൊന്നും ഇല്ല. കടപൂട്ടി പോയെന്നേ. എന്താ കടപൂട്ടി പോയത്? സ്തെഫാനോസിനെ പോലെ ആത്മനിറവുള്ള ചിലരെ ദൈവം എടുത്തു. ഹല്ലേലൂയ. ഞാൻ ചില ചർച്ചകളൊക്കെ കണ്ടിട്ട് കൊച്ചുകുട്ടികൾ, നമ്മുടെ സഹോദരങ്ങൾ, PIPയിലുള്ള CAയിലുള്ള CMലൊക്കെ ഉള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ വചനമൊക്കെ പഠിച്ചിട്ട് ഇത്തരം ആളുകളോട് അങ്ങോട്ട് മറുപടി കൊടുത്തപ്പോൾ സന്തോഷം തോന്നി. ഞാൻ അതുകൊണ്ട് പറയാറുണ്ട്, ഞങ്ങളൊന്നും ഇപ്പോൾ വേണ്ട, പിള്ളേർ മതി. ഇമാർ കയറിയിട്ട് ഞങ്ങളൊക്കെ ഈ ടെസ്റ്റ് ബാറ്റിംഗ് അല്ലേ, ഇമാർ നല്ല IPL കളിയാണ്, 2020 പ്ലേയിങ്ങാണ്. എന്തൊരു ജ്ഞാനോ, എന്തൊരു കഴിവാണ്, എന്തൊരു പ്രാപ്തിയാണ്. വളഞ്ഞിട്ടുള്ള ആക്രമണം കയറിപ്പോയി. പണ്ഡിത ശിരോമണികളൊക്കെ കട്ടയം പടം മടക്കി കാട്ടിക്കയറി. ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പോലും അറിയില്ല പലരും. ഞാനവിടം വിട്ടു, ഒറ്റ വാക്കി പറഞ്ഞ് വിടാം. സ്തെഫാനോസ് പണി തുടങ്ങി. ബൈബിളിലെ അനുപേക്ഷണീയമായൊരു പരിപാടി തന്നെയാണ് സംവാദം. കാരണം 2-3 ആളുകളെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊല്ലോസ്, പൗലോസ്, ബർന്നബാസ്, ഇവരെ പഠിച്ചാൽ മനസ്സിലാകും. ഒരാൾ യഹൂദന്മാരെ മിണ്ടാതാക്കി. അടുത്ത ആളിങ്ങോട്ട് വന്നിട്ട് അവരെ പരസ്യമായി ഖണ്ഡിച്ച് കളഞ്ഞു. അടുത്ത ആളിങ്ങോട്ട് വന്നിട്ട് ക്രിസ്തു തന്നെ ദൈവപുത്രനെന്ന് തെളിയിച്ചു. ഒരാൾ മിണ്ടാതാക്കും, ഒരാൾ കണ്ണിക്കും, ഒരാൾ തെളിയിക്കും. എങ്ങോട്ട് പോയാലും രക്ഷയില്ല. ക്രൈസ്തവ സഭയ്ക്ക് ദൈവം തന്ന അമൂല്യ നിധികളാണ്. അതിൽ ആരംഭത്തിൽ കിട്ടിയ ഒരാളെ പെറുക്കിയെടുത്ത സ്ഥലം ഇവിടെ പൗലോസ് പിന്നെ പോട്ടെ. കാരണം ആ ജന്മസിദ്ധമായ അറിവുകളുടെ ഒരു പ്രവാഹമല്ലേ അദ്ദേഹം, നൈസർഗികമായ ചിന്തയുടെ ഒരു വലിയ സമ്പത്തല്ലേ അദ്ദേഹം. പക്ഷെ അങ്ങനല്ലല്ലോ സ്തെഫാനോസ്. അരിയും പലവ്യഞ്ജനങ്ങളും ശേഖരിച്ച് കൃത്യമായി അടുക്കളയിൽ കൊണ്ടുവച്ച് പണത്തിൻ്റെ കണക്കെഴുതി എല്ലാവർക്കും ഒരുപോലെ വിഭജിക്കപ്പെട്ട് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തി അങ്ങനെ മാനേജ് ചെയ്തു പോകുന്ന മനുഷ്യനെ ഈ ജ്ഞാനം എവിടുന്ന് കിട്ടി? ഒറ്റ വഴി. പണ്ട് പരീശന്മാരും യേശുവിനെ കണ്ടിട്ട് ശാസ്ത്രിമാരും ചോദിച്ചു, വിദ്യ അഭ്യസിക്കാത്ത ഇവൻ ഈ ജ്ഞാനം എവിടുന്ന് കിട്ടി? ആ ജ്ഞാനത്തിൻ്റെ സ്രോതസ് ഉയരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ആ ജ്ഞാനം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ആർക്കും അതിൻ്റെ വഴിയടക്കാൻ കഴിയില്ല. ഇതുവരെ കാണാത്ത അളവിൽ, ഇതുവരെ കാണാത്ത ചിന്തയിൽ, ഇതുവരെ അറിയാത്ത നിലയിൽ നമ്മുടെ സ്ഥിതിയും ഗതിയും മാറ്റുന്ന മഹാദൈവത്തിൻ്റെ ഇടപെടൽ സ്തെഫാനോസിൽ അങ്ങോട്ട് വ്യാപരിച്ചു. ഒടുക്കം സ്തെഫാനോസ് ഒരു പ്രശ്നമായി. വിളിച്ചു. മഹാപുരോഹിതന്മാർ വിചാരണ ചെയ്യാൻ കൊണ്ടുവന്നു. ഇപ്പം ശൗലും ഇങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ഈ പ്രസംഗം കേൾക്കാൻ ശൗലിന് ഇഷ്ടമാണ്. നമ്മൾ എല്ലാ ആൾക്കാരുടെയും പ്രസംഗം കേൾക്കുമല്ലോ. രാഷ്ട്രീയക്കാർ പ്രസംഗിച്ചാലും ഞങ്ങൾ കേൾക്കും, ഏത് മതസ്ഥരുടെയും കേൾക്കും. നമുക്കതിനകത്ത് ബുദ്ധിമുട്ടില്ല, ആർക്കും പോയി കേൾക്കാം. എന്നാലും നമ്മുടെ മീറ്റിങ്ങിനാണ് വല്ലതും വരാത്ത ആരുടെ കുറ്റമല്ല. ഞാനൊരു എൻ്റെ സ്നേഹിതനായൊരു പോലീസ് ഓഫീസറോട് സംസാരിച്ചു. പറയും, ഞങ്ങൾ 9 മണിക്കുള്ളിലെല്ലാം പൂട്ടും, ഞങ്ങൾക്ക് വഴിയടച്ചുള്ള പ്രകടനം ഇല്ല, എണ്ണാമെങ്കിൽ എണ്ണിക്കുമെന്ന് പറഞ്ഞ പരിപാടിയില്ല. ഏജിയുടെ കൺവെൻഷൻ 100 കൊല്ലം പിന്നിട്ടു. IPCയുടെ കൺവെൻഷൻ 100 കൊല്ലം പിന്നിട്ടു. ചർച്ച കൂടേണ്ടി 100 കൊല്ലം പിന്നിട്ടു. നമ്മുടെ പ്രധാന കൺവെൻഷനൊക്കെ എത്രയും പിന്നിട്ടു. ഇവിടെ എല്ലാ ദൈവമക്കളും ഉണ്ടല്ലോ. അപ്പോൾ ഈ നാളിതുവരെ ഞങ്ങളുടെ കൺവെൻഷൻ സ്ഥലത്തുനിന്ന് ഒരു പെറ്റി കേസ് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കള്ളുകുടി ചടി വെച്ചതിൻ്റെ, ചിന്തിക്കിടക്കാർ ഏറ്റുമുട്ടിയതിൻ്റെ, ആന വിരണ്ടതിൻ്റെ, പടക്കം പൊട്ടിച്ചതിൻ്റെ, ആൾത്തിരക്കിൽ പെട്ടുപോയതിൻ്റെ ഇല്ലാന്നേ. നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ. 100 കൊല്ലമായി. 100 കൊല്ലം. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന്
റൈഡ് ചെയ്തൊരു പിച്ചാത്തി എടുത്ത ചരിത്രമുണ്ടോ? ഒരു പിടി വെടിമരുന്നെടുത്ത ചരിത്രമുണ്ടോ? മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ അന്യൻ്റെ ചോര ചൊരിയാത്ത, രാഷ്ട്രത്തെ നശിപ്പിക്കാത്ത, തീവ്രവാദ സ്വഭാവമില്ലാത്ത ഒരൊറ്റ മാർഗം ഉലകത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ മാർഗമാണ്. അഭിമാനമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രക്ഷാനിർണയം പ്രാപിച്ച് സ്നാനമേറ്റ് ആത്മനിറവിന് അനുഭവമുള്ള ദൈവമക്കളെ, ഇതൊരു അഭിമാനത്തിൻ്റെ കൂടി അവസ്ഥയാ. ദൈവമകനായതിൽ അഭിമാനിക്കണം. അല്ലല്ലോയ്യ. പണ്ടൊക്കെ ഞങ്ങളുടെ കുട്ടികളെ എഴുന്നേപ്പിച്ച് നിർത്തി കമ്മലില്ല മാലയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയൊരു കാലമുണ്ട്. ഇന്നിപ്പോൾ അഭിമാനിക്കാൻ 100 കാരണങ്ങൾ, 100 അനുഭവങ്ങൾ. അല്ലല്ലോയ്യ. ഞാനങ്ങനെ നീട്ടുന്നില്ല. ഇവിടെ നമുക്കൊരു കാര്യം അറിയാം. നമ്മൾ ഈ മീറ്റിംഗ് ഒക്കെ 9-ന് തീർക്കും. 9:15. നമുക്ക് 10 വരെയാ സാക്ഷൻ, മാക്സിമം അതിനൊക്കെ ഉള്ളിൽ തീരും. പക്ഷേ നമുക്ക് ഈ സാക്ഷ്യം കിട്ടാനൊക്കെ വലിയ പാട്. ആദ്യമൊക്കെ ഞാനെടുത്ത് നമ്മൾ ഈ രാജ്യത്തിലല്ലേ, ഞാൻ അടുത്ത കാലത്ത് ഈ വയനാട്ടിൽ പ്രവർത്തനത്തിന് വേണ്ടി പോയി. അവിടെ ചെല്ലുമ്പോൾ ഈ ആദിവാസി സഹോദരങ്ങളുള്ളൊരു മേഖലയെ നമുക്ക് പ്രവേശനമില്ല. ഇവിടെ വണ്ടി തടഞ്ഞു. പോലീസ് വന്നു, ഇവിടേക്ക് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഇതെന്താ ഇന്ത്യൻ യൂണിയനിൽ പെട്ട സ്ഥലമല്ലേ? ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യ ഇന്ത്യയിൽ എവിടെയും പൗരന് യാത്ര ചെയ്യുക. അല്ല, നിങ്ങളിതുമായിട്ടൊക്കെ. ഞാൻ പറഞ്ഞൊരു ജിയോ കാണിക്കും സാറേ, ഗവൺമെൻറ് ഓർഡറോ കോർട്ട് ഓർഡറോ ഉണ്ടോ ഞങ്ങൾ കയറില്ലെന്ന്. അതൊന്നും ഇല്ലെങ്കിൽ കയറാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ആയില്ല, ഞാൻ കയറും. ഒന്നീ ജിയോ വേണം, ഗവൺമെൻറ് ഓർഡർ വേണം, അല്ലെങ്കിൽ കോർട്ട് ഓർഡർ വേണം, ഇല്ല ഞാൻ കയറും. സാറ് കൊന്നു, സാർ അകത്തിട്ടു, തമാശ കുട്ടി അവരോട് പറയുന്നത്, അല്ലാതെ ധിക്കാരിയെ പോലല്ല. ഞാൻ കയറും. എന്നോട് പറഞ്ഞു, സുഹൃത്തെ അവിടെ പ്രകോപനം ഉണ്ടാകും, അതിനാ കയറില്ല. ഞാൻ പറഞ്ഞു, അതിനാ നിങ്ങളെ ആക്കിയിരിക്കുന്നത്. പ്രകോപനം ഉണ്ടാകുമ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വരേണ്ടതാ നിങ്ങൾ. മനസ്സിലായില്ലേ? അത് നിങ്ങളുടെ ജോലിയാണ്. പ്രകോപനം ഉണ്ടാക്കുന്നവൻ നമ്മുടെ നാട്ടിൽ ഈ ചരിത്രം എഴുതുന്നതല്ല, ഒരു തെറ്റുണ്ട്. ഞാൻ പറയാം. പണ്ടുണ്ട് ഈ ചാന്നാർ സ്ത്രീകൾ ചാലക്കമ്പോളത്തിൽ വസ്ത്രം ധരിച്ചിറങ്ങി. കാരണം കൺവേർട്ട് ചെയ്ത നാടാർ സമൂഹത്തിൽപ്പെട്ട സ്ത്രീകൾ മേൽവസ്ത്രം ധരിച്ചിറങ്ങിയപ്പോൾ അവിടെ വലിയ പ്രശ്നമായി. സ്ത്രീകൾക്കന്ന് മേൽവസ്ത്രം ധരിക്കാനൊന്നും പറ്റില്ല. വലിയ സമരമായി, അടിയായി, ഏറ്റുമുട്ടലായി. അതിന് കേരള ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ചാന്നാർ ലഹള, ശിവായി ലഹള. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ കുറേ ഗുണ്ടകൾ വന്ന് എന്നെ ആക്രമിച്ചാൽ അത് അനിൽക്കൊടുത്തോടെ ലഹളയെന്നാണോ പറയേണ്ടത്, ഗുണ്ടയുടെ ലഹളയെന്നാണോ? എനിക്ക് മനസ്സിലായില്ല. പിടിയോ? യോഗം കലക്കാൻ വരുന്ന അവൻ്റെ പേര് വേണ്ട ലഹള എഴുതാൻ. നിങ്ങളെന്താ ഈ പറയുന്നത്? ശിവായി ലഹളയാണോ? സായിപ്പ് നമ്മളെ ജീവിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് കയറി അടിച്ചതിന് സായിപ്പിൻ്റെ ലഹളയെന്നാണ് പറയേണ്ടത്. ലഹള നടത്തുന്നവൻ്റെ പേരിലാണ്, ലഹള സഹിച്ചവൻ്റെ പേരിലാണോ ലഹള എഴുതണ്ടേ? നാളെ നിങ്ങളാലും ചരിത്രം പഠിച്ച് തിരുത്തുന്നുണ്ടേ ചെയ്യാൻ വേണ്ടിയാണ് കുട്ടികളോട് പറഞ്ഞ കേട്ടോ. ലഹളയെന്ന് പറഞ്ഞാൽ എന്താ? ചുമ്മാ നിന്നവൻ ഒരിടത്ത് നിന്നപ്പോൾ കയറി തല്ലാൻ വന്ന അവൻ്റെ പേരിലാണ് ലഹള എഴുതണ്ടേ. ഇത് തിരിഞ്ഞു പോയിരിക്കുകയെന്നേ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു സംഭവം. ശ്രദ്ധിച്ച് കേൾക്കണമെങ്കിൽ പറയുന്നത്. ഞാൻ നേരെ അവിടെ എല്ലാം കയറി. അവിടെ ചെന്നിട്ട് സഹോദരി CK ജാനുൻ്റെ വീട്ടിൽ ചെന്നു. 1.5 മണിക്കൂർ ഇരുന്നു. ഒരു ബൈബിളും ഒക്കെ അവർക്ക് കൊടുത്തു, സുവിശേഷമൊക്കെ പറഞ്ഞു, ചായയൊക്കെ തന്നു, കുടിച്ചിട്ടാണ് പോകുന്നത്. എന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? സുവിശേഷത്തിന് ബന്ധനമില്ലെന്ന്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് കയറിക്കോണം. നമ്മുടെ ഒരു കാലമാണ് വരുന്നത്. ഹല്ലേലൂയ. സുവിശേഷത്തെ ബന്ധിക്കാൻ പറ്റില്ല. അതിന് പല രീതികളാണ്, പല ശൈലികളാണ്. ഹല്ലേലൂയ. സുവിശേഷത്തെ ബന്ധിക്കാൻ ആളുകൾ പഠിച്ച പണി പലതും നോക്കി. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇന്ത്യയിൽ ഈ സുവിശേഷം ഇത്ര നാളായിട്ടും വളർന്നത് കഴിഞ്ഞ 8-10 വർഷമാണ്. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെ കാര്യകാരണമൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി. ഹല്ലേലൂയ. സുവിശേഷത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചതേ ഈ അടുത്ത കാലത്താ. ഇത് സ്വീകാര്യമായതൊക്കെ അടുത്ത കാലത്താ. ആരെയും കുറ്റമല്ല. അതെ, നമ്മളൊക്കെ ആവോളം പ്രവർത്തിച്ചു. ഇന്ന് ഇത്രയും പേരോട് ഇരിക്കുമ്പോൾ കർത്തൃദാസനൊരു കാര്യം ഓർക്കണം. ഈ ദേശത്തെക്കുറിച്ചൊക്കെ ഞാനൊരു പഠനം നടത്തി. എനിക്കെല്ലാം അറിവുകൾ കിട്ടി. മലേറിയ ബാധിച്ചും, പ്ലേഗ് ബാധിച്ചും, അതിസാരം ബാധിച്ചും, അതിരൂക്ഷമായിട്ടുള്ള വസൂരി ബാധിച്ചും ആളുകൾ കൂട്ടത്തോളം മരിക്കുമ്പോൾ അന്ന് ഇവരെ ശവശരീരം എടുക്കാൻ പോലും ആളില്ല. ശവശരീരം കൊണ്ടടക്കാൻ പോലും ആളില്ലാത്ത കാലത്ത് വസൂരി ബാധിച്ചവൻ്റെ വീട്ടിൽ പോയി കുടിലി കെട്ടി ഇപ്പുറത്ത് വാർത്ത്
അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജയമെടുത്തൊരു ചരിത്രം ഈ തോന്നിയാമലയ്ക്കും പരിസരത്തിനുണ്ട്. ഏത് മാരക രോഗത്തിന് മുമ്പിൽ അടിപതറാതെ നിൽക്കാനുള്ള ചങ്കുറപ്പേ യേശുവിന്റെ തിരുരക്തം ശരീരത്തിൽ ഒഴുകുന്ന ദൈവമക്കളുടെ മാത്രം സവിശേഷതയാ. ഈ കോവിഡ് കാലത്തും ഭയം കൂടാതെ എത്ര പേരുടെ ശവമടക്കി അഭിഷിക്തന്മാർ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാരക രോഗത്തിന് ശക്തിയില്ലഞ്ഞിട്ടല്ല, അത് നമ്മളെ ആക്രമിച്ചുകൂടാന്നുള്ളതായിട്ടല്ല, മറിച്ച് പ്രാണനെ വിലയേറിയതായിട്ടെണ്ണാതെ മാനവ സമൂഹത്തിന് വേണ്ടി ജീവനെ കൊടുക്കാൻ പഠിപ്പിച്ച നസറേയനായ യേശുവിന്റെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുന്ന ആ സമർപ്പണ ബോധം, അതാ ദൈവമക്കൾക്ക് ദൈവം നൽകിയിട്ടുള്ള അഭിഷേകത്തിന്റെ സവിശേഷത. ഹല്ലേലൂയ. പിന്നൊരു കാര്യം, നമ്മളൊരു 10, 20, 30, 40 കൊല്ലമൊക്കെ മുമ്പ് ഇത്തരം യോഗ ഇവിടെ വച്ചാലൊന്നും ആരും വരികയില്ല. കൂടിയ 10 15 പേര്. അതുകൊണ്ട് ഞാനിപ്പോൾ ആളോട് പറയാറുണ്ട്, യോഗത്തിൽ 5 പേരെ ഉള്ളെങ്കിലും ഞാൻ പ്രസംഗിക്കാറുണ്ട്. ചില ആൾ പ്രസംഗിക്കാൻ വിളിച്ചിട്ട് പറയും, വാസുവേ ആളില്ല. ഞാൻ പറയും, കുറഞ്ഞ പക്ഷം നിങ്ങൾ കുടുംബമായിട്ട് അവിടെ ഉണ്ടാവുമോ? പകലൊക്കെ യോഗം വെച്ച ആളുകൾ കുറവാണ്. പക്ഷെ ഒരു കാര്യം അറിയാം, ആ ക്രീമായ ആളുകളാണ് അത് കേൾക്കാനിരിക്കുന്നത്. തന്നല്ലേ ഇവിടെ ഇരിക്കുന്നവരോട് മാത്രമല്ലല്ലോ. നമ്മൾ പ്രസംഗമൊക്കെ മനസ്സിലാകും, എനിക്ക് പബ്ലിക്കിലെല്ലാം സ്ഥലം കിടക്കല്ലേ. ഈ വഴി മുഴുവൻ നമ്മൾ അടച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. ഈ മേഖല മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. ദൈവം അതിൻ്റെ പ്രവൃത്തി അവിടെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വലിയ പ്രവൃത്തി അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഓരോ ഇടങ്ങളിൽ അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. താമസമിനാ ചില റിസൾട്ടുകൾ ഈ കൺവെൻഷൻ കഴിയുമ്പോൾ കർത്തൃദാസനെ തേടി വരും. വിശ്വസിച്ചു എന്ന് ചുമ്മാതെ പറയുന്ന കാര്യങ്ങളല്ല. ഒരു 10 ദിവസത്തെ യോഗം മുൻകൂട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് യോഗങ്ങൾക്ക് വരുന്നത്. ഏറ്റവും കുറഞ്ഞത് എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുടുംബമായിട്ട് പ്രാർത്ഥിക്കും. ഓരോ സ്ഥലങ്ങളിലെ യോഗത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പ്രാർത്ഥിക്കും. പരിസരത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പ്രാർത്ഥിക്കും. ദൈവം തീർച്ചയായും ഇന്നും നാളെയും നാളെ കഴിഞ്ഞ മക്കളുടെ യോഗത്തിലേ അത് ഞാൻ മാത്രം പ്രസംഗിക്കുന്നിടത്തല്ല, അഭിഷിക്തരെ ദൈവം അയക്കണം. സാത്താന്യ കൂടാരങ്ങളൊക്കെ തകർന്നു പോകണം. ഇരുട്ടിന്റെ കോട്ടകൾ ഇടിഞ്ഞു പോകണം. വേരോടെ അതിന്റെ കടക്കൽ കത്തിവെച്ച് അറുത്തു മാറ്റുന്ന വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഹല്ലേലൂയ. ഞാനിന്നീ അനുഭവിക്കുന്നതേ, ഇവിടെ ഇരിക്കുന്ന ദൈവാസന്മാർ അനുഭവിക്കുന്നതേ ഇന്നലെ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ പരിണിതി പോലെ അല്ല. അതാ പറഞ്ഞു വന്നേ. ഈ വഴിയേ ഒത്തിരി പാപം ദൈവാസന്മാർ, ബൈക്കില്ലാത്തവർ, കാറില്ലാത്തവർ, ബൈബിള് മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് യേശുവിനെ പ്രസംഗിച്ചു പോയവരുണ്ട്. ഈ വഴിയിലൂടെ പോയവരുണ്ട്. മോനെ ലാസ്റ്റ് ഇച്ചിരി കഴിഞ്ഞു മതി. നമുക്ക് പാടണം സ്വതന്ത്രം. അപ്പോൾ അവർക്ക് ഈ ബൈബിളൊന്ന് വെക്കാനും ഒരു കട്ടൻ ചായ കുടിക്കാനും ഒന്നും വഴിയില്ല. എങ്കിലും അവർ അനുഗ്രഹിച്ച പ്രാർത്ഥിച്ച്. അതാ ദൈവദാസൻ്റെ സവിശേഷത. കിട്ടിയ നന്മ കുറഞ്ഞു പോലും എന്നോർത്ത് ശപിച്ചു പോകുന്നവനല്ലത്. അനുഗ്രഹിച്ചു. ആ അനുഗ്രഹമൊക്കെ ഈ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. ആ അനുഗ്രഹത്തിൻ്റെ റിസൾട്ടാണ് ഈ ഇരിക്കുന്ന നമ്മൾ. ഈ കഴിഞ്ഞ ദിവസമൊക്കെ മഴ പെയ്തില്ലേ, അത് മിനിഞ്ഞാന്ന് പോയ മേഘമൊന്നും അല്ല. വർഷങ്ങൾക്കപ്പുറത്ത് കടൽ ബാഷ്പീകരിച്ച് മോളിൽ പോയി കിടന്ന നമ്മുടെ പഴയ പ്രാർത്ഥനയെല്ലാം അവിടെ കിടപ്പുണ്ട്. പഴയ പ്രാർത്ഥന. ഒരു ദിവസം ഒരു ഇടിവെട്ടുമ്പോഴേ, മിന്നൽ പിണറുകൾ തലങ്ങും വിലങ്ങും വീശുമ്പോഴേ ഭക്തൻ്റെ ഒരു കാര്യം അറിയാം, മോളിൽ കിടപ്പുണ്ട്. മഴ പെയ്തിറങ്ങാൻ പോകുകയാ. വലിയ മഴയുടെ മുഴക്കമുണ്ട്, പെയ്തിറങ്ങാൻ പോകുകയാ. എന്നാൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ കൺവെൻഷൻ മാത്രമല്ല, വരും കാലഘട്ടത്തിൻ്റെ അഡ്വാൻസ് നമ്മൾ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുക. ദൈവം അതിൻ്റെ പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സ്തെഫാനോസ് അങ്ങോട്ട് പ്രസംഗിച്ചു, കയറി. അവിടെ വചനം പറയാ, അവൻ്റെ മുഖം ദൈവദൂതനെ പോലെ പ്രകാശിച്ചു. അതെങ്കിലും കണ്ടാൽ മാനസാന്തരപ്പെടണ്ടേ? ഹല്ലേലൂയ. പക്ഷേ കഠിനഹൃദയനായ മതഭ്രാന്തൻ കല്ലെറിയാൻ തുടങ്ങാം. പുരോഹിതൻ വസ്ത്രം കീറി, ഇനി കല്ലെറിഞ്ഞോളാൻ പറഞ്ഞു. വിസ്താരമില്ല, ഇതന്നെ അന്യായമാണ്. കാരണം വിസ്താരം കൂടാതെ വിചാരണ നടത്തി കൃത്യം ഉറപ്പ് വരുത്താതെ ശിക്ഷിക്കാൻ പാടില്ല. എന്നാ ഞാൻ പറഞ്ഞത്, കൊടും കുറ്റവാളി അഫ്സൽ ഗുരുവും അജ്മൽ കസവും ഒക്കെ ഇല്ലേ, ഇവർക്ക് പോലും ഇന്ത്യ വക്കീലിനെ ഏർപ്പെടുത്തി. കാരണം അവൻ്റെ ന്യായം നിഷേധിച്ചുവെന്ന് നാളെ ആരും പറയരുത്. രക്ഷപ്പെടാൻ വല്ല ഒഴുതുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു, അതാ ഞങ്ങളുടെ വീസ് തന്നേ, ഞങ്ങൾ വക്കീലിനെ വച്ചിരിക്കുക. ഇപ്പുറത്തതിലും കരുത്തനുണ്ട്. അത് വേറൊരു കാര്യം. ഇസ്രായേലിലെ ന്യായാധിപ കോടതിയും ഇങ്ങനെ, അതിൻ്റെ പേരാ സന്നിധിരീൻ. ആ സന്നിധിയിൽ 70 പേരാ. നടുക്കിരിക്കുന്നത് മഹാപുരോഹിതനാ. അങ്ങനെ 71 പേര്. പുരോഹിതൻ്റെ വലത്തുഭാഗത്തൊരു 35 പേര്.
ഇടതുഭാഗത്തൊരു 35 പേര്. കുറ്റപത്രം വായിച്ചിട്ട് പ്രതിയെ കൊണ്ട് നടുക്ക് നിർത്തും. കുറ്റം നിഷേധിക്കുമെന്ന് ചോദിക്കും. കുറ്റം നിഷേധിച്ചാൽ വാദം തുടങ്ങും. പുരോഹിതൻ ഇടത്തേക്ക് നോക്കും. അവിടുന്ന് ഒരാൾ എഴുന്നേറ്റ് പറയും, പ്രഭോ, കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അനായാസന ഉറപ്പിക്കാം, ഇവൻ കുറ്റവാളി. പുരോഹിതൻ വലത്തോട്ട് നോക്കും. പക്വതയുള്ളൊരു മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറയും, പ്രഭോ, ദുരുത്തനെ കൊല്ലുന്ന കാര്യമാണ്, ഈ സാക്ഷിമൊഴിയൊക്കെ ദുർബലമാണ്, അങ്ങനെ കൊല്ലല്ലേ, വേണമെങ്കിലൊരു കാര്യം ചെയ്യും, അവനെ സങ്കേത നഗരത്തിലേക്ക് ഓടിപ്പോകാൻ അനുവദിക്കുക, അവൻ പോക്കോട്ടെ. മുട്ടിലിഴയുന്നൊരു കുഞ്ഞുണ്ടോ അവന്, അവൻ്റെ ഭാര്യ വിധവയാവും, അവൻ്റെ അമ്മ ഏങ്ങലടിച്ച് കരയും. സഹതാപം വരുത്തി ഈ മനുഷ്യനെ നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷിക്കുന്ന പണിയാ വലതുഭാഗത്ത്. ഇടതുഭാഗത്തിന് കരുണയില്ല. നോ നോ നെവർ. അവനെ കൊന്നേ പറ്റൂ, കൊന്നേ പറ്റൂ. ഈ വാദം ഏറ്റുമുട്ടി നിയമം കൊണ്ട് കൊല്ലുന്ന കോടതി ഒടുവിലൊരു ഉത്തരവിടും. പ്രതീകാത്മകമായി പുരോഹിതൻ ഒരു കല്ലെടുത്തെറിയും, ചെറിയൊരു കല്ല്. പിന്നെ നമുക്കൊക്കെ കൈകാര്യം ചെയ്യാമെന്നാ അനുവദിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇത് വലത്തുഭാഗത്ത് ആരും ഇല്ലെങ്കിൽ അതൊരനീതിയാണ്. പുരോഹിതൻ പറഞ്ഞു, ഇനി വിസ്താരമൊന്നും വേണ്ട, സാക്ഷിമൊഴിയും വേണ്ട, നിർത്തിയേക്ക്. ഈ നീതി കിട്ടാതെ പോയ കോടതി രണ്ടെണ്ണം. ഒന്ന് യേശുവിനെ ക്രൂശിച്ച കോടതി. പ്രവാചക ഭാഷയിൽ പറയുക, വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ഒരുവനെയും കണ്ടില്ല, താനും ഒരാളുമില്ല. സങ്കീർത്തനത്തിലോടത്ത് പറയുക, വലത്തോട്ട് നോക്കി കാണണമേ, സഹായിപ്പാൻ ഒരുവനുമില്ല. നല്ലേ. രണ്ടാമത്തെ കോടതി സ്തെഫാനോസിൻ്റെ. ഇനി സാക്ഷിമൊഴി വേണ്ട, വിസ്താരം വേണ്ട, കിൽ ഹിം. ഓർഡറാ. കല്ലിൽ പിളക്കുന്ന കൽപ്പന എഴുതി ഒപ്പിട്ട് പുരോഹിതൻ ആദ്യത്തെ കല്ലെറിഞ്ഞ് സ്ഥലം വിട്ടു. ബാക്കി കാണാൻ അയാൾ ഇരിക്കില്ല. സ്തെഫാനോസിന് ടേറ് കിട്ടി. നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന കല്ലല്ല, നല്ല ചുണ്ണാമ്പ് കല്ല, പാലസ്തീനിലെ കല്ല്. നമ്മുടെ മാർബിൾ കഷണം പോലെ ഇരിക്കും, മുനയാ ബ്ലേഡ് പോലെ. എറിഞ്ഞു. ഏറ് തുരുതുരാ വരുമ്പോൾ എറിയുന്നവനൊരല്പം സൗകര്യം കിട്ടാൻ ഈ മേൽവസ്ത്രം ഊരി അങ്ങോട്ട് മാറ്റിയിട്ടു. ശൗല് പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റു, അവിടെ വച്ചേക്ക്. ചേട്ടൻ പോയി ധൈര്യമായിട്ട് എറിഞ്ഞിട്ട് വാ, ഈ ഉടുപ്പൊന്നും പോയില്ല, പോയിട്ട് വാ. ഏറ് കിട്ടിയ സ്തെഫാനോസ് ഒന്ന് മുട്ടുകുത്തി സ്വർഗത്തിലേക്കൊന്ന് നോക്കി. അപ്പോഴും തേജോമയമാണ് ആ മുഖം. എനിക്കത് വായിച്ചപ്പോൾ ഒരു അനുഭവം, ഓരോ കാര്യം മനസ്സിലായി. നാളെ ഒരിക്കൽ ഏത് കനത്ത പീഡ തൻ്റെ മക്കൾക്ക് നേരിട്ടാൽ സ്വന്തം കഴിവിലല്ല, ഈ തേജസ് നമ്മെ ശക്തിപ്പെടുത്തും, ഈ ചൈതന്യം നമ്മെ ബലപ്പെടുത്തും. ഏൽപ്പിച്ചു കൊടുത്താട്ടെ ദൈവത്തിൻ്റെ മക്കൾ അതിജീവിക്കുവാൻ. ഏത് കഷ്ടതയുടെ നടുവിലും ഈ ബലം നമ്മുടെ ശരീരത്തിൽ പകരും. ആ തേജസ് നമ്മെ ഇങ്ങനെ പിൻപറ്റിക്കൊണ്ടിരിക്കും. ആ രജത ശോഭ അതിലിങ്ങനെ മുഴുകി നിൽക്കുമ്പോൾ സ്തെഫാനോസ് ഒരു സാക്ഷ്യം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്താണെന്നറിയണ്ടേ? അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. അദ്ദേഹം അത് പറയുക, ദാ സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിൻ്റെ മഹിമയുടെ എവിടെയാ? ആ ഉച്ചത്തിൽ പറഞ്ഞിട്ട് എന്തിനാ വലത്തുഭാഗത്തിരുന്നേ? ആ മർമ്മം. ഈ ലോകത്തിൻ്റെ വലത്തുഭാഗത്ത് എൻ്റെ നീതിക്ക് വേണ്ടി വാദിക്കാൻ ഒരുവനെ കിട്ടാതെ പോയപ്പോൾ പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന വിശ്വസ്തനായ ഒരു ലോയറെ, ഒരു നിയമജ്ഞനെ, അവൻ പറയാ, എൻ്റെ രക്തം നിനക്ക് മറുവിലയായി തന്നിട്ടുള്ളതാ. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി മരിക്കുമ്പോൾ ആ രക്തസാക്ഷിത്വത്തിന് ഒരു വിലയുണ്ട്, ഒരു ശക്തിയുണ്ട്. വാ ധൈര്യത്തോടെ. പൗലോസ് പിൽക്കാലത്ത് പറയുന്നില്ലേ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നത് എനിക്കേറെ നല്ലത്. സ്തെഫാനോസ് പ്രാണനെ വിടുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു, ഈ പാപം ഇവരുടെ മേൽ നിർത്തരുത്. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു മരണത്തിൻ്റെ ലക്ഷണം ഇതാ. നമുക്ക് പറയാം, തമ്പുരാനെ, ഒരു ശത്രുവില്ലാതെ, ആരോടും പകയില്ലാതെ, ഒരു നാണയവും ബാധ്യതയില്ലാതെ, ഹല്ലേലൂയ, ഒരു പ്രതികാരവും ബാക്കിയില്ലാതെ നീ ഏൽപ്പിച്ചതൊക്കെ ചെയ്ത് കണ്ണടയും വരെ നീ മാത്രം രക്ഷകനെന്ന് പറഞ്ഞ് പാട്ടുകെട്ടും മഹത്വപ്പെടുത്തിയും പ്രസംഗിച്ചും സുവിശേഷം പറഞ്ഞും നിനക്ക് വേണ്ടി എരിഞ്ഞടങ്ങി
പ്രാണനെ ഏൽപ്പിക്കാൻ ഭാഗ്യം തരണമേ. ഇതാ പ്രാർത്ഥിക്കണ്ടേ. സന്തോഷമല്ലേ? ആ, സ്തോത്രം. പക്ഷെ ആ പ്രാർത്ഥന ഫലവത്തായി. യേശു ക്രൂശിൽ പ്രാർത്ഥിച്ചത് ഇതാ, ഇവർ ചെയ്യുന്ന എന്തെന്നറിയാൽ ക്ഷമിക്കണം. സ്തെഫാനോസ് പ്രാർത്ഥിച്ചു, ഈ പാപം നിർത്തരുതേ. ഒരു ജഡത്തിലെ അവസാനത്തെ പ്രാർത്ഥനയല്ലേ. കർത്താവ് അത് കണക്കിട്ടു. കർത്താവ് കണക്കിട്ട ആ ഒടുവിലത്തെ പ്രാർത്ഥനയ്ക്ക് കിട്ടിയ ഉത്തരത്തിൻ്റെ പേരാ പൗലുസ്. ചില ക്ഷമ നമുക്ക് കിട്ടാൻ പാടാന്ന്, ചില ഘട്ടങ്ങളിൽ ക്ഷമിക്കാൻ പാടാന്ന്. ക്ഷമയുടെ ആധിക്യം നമ്മളെ വിട്ടങ്ങോട്ട് മാറി കോപം ഇരമ്പിക്കയറുമ്പോഴാണ് പറയാ, സ്തെഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, ജനം കോപം നിറഞ്ഞവരായി. ബൈബിൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കുമ്പോൾ ഒരു കാര്യം കാണാം. ജനം കോപം നിറഞ്ഞവരായി, യേശു ആത്മാവ് നിറഞ്ഞവനായി യെരുശലേമിലേക്ക് പോയി. നമുക്ക് നിറവ് വേണം, കോപത്തിൻ്റെ അല്ല, ആത്മനിറവ്. ആത്മാവിൻ്റെ എരിവിൽ നിറവിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒരുവനെ കിട്ടി, പൗലോസ്. കിട്ടിയപ്പോൾ ഒരു പ്രശ്നം, നമ്മളൊക്കെ രക്ഷിക്കപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ട്യൂമർ മാറി, മനോരോഗം മാറി, കടഭാരം മാറി, ദീർഘകാലം വീട്ടിൽ നിലനിന്നിരുന്ന അസമാധാനം മാറി, ഇതൊക്കെ കിട്ടിയെങ്കിൽ ശൗല് രക്ഷിക്കപ്പെട്ടതിൻ്റെ അന്ന് ഒരൊറ്റ അടിക്ക് കണ്ണിൻ്റെ ഫ്യൂസ് അങ്ങ് കളഞ്ഞു. ആർക്കും ഇല്ലാത്തൊരനുഭവം. 3 ദിവസം തപ്പി തപ്പി നടന്നു. 3 ദിവസം. എന്തൊരവസ്ഥയാണ്. എന്നിരുന്നാലൊരു കാര്യമുണ്ടേ, നമ്മൾ ശൗലിനോട് പിന്നീട് ചോദിക്കുക, ശൗൽ 30 വയസ്സിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടെന്നാണ് കണക്കറ്. ഏകദേശം 30 വയസ്സ് വരെ നല്ല കാഴ്ചയോടെ ഒരു 5-6 വയസ്സ് മുതൽ ന്യായപ്രമാണം പഠിച്ചിങ്ങോട്ട് വന്ന് പണ്ഡിത ശ്രേഷ്ഠനായി ഇതിലെ പൊരുൾ വ്യാഖ്യാനിച്ച ഒരു 30 വർഷവും കാഴ്ച നഷ്ടപ്പെട്ടു പോയൊരു 3 ദിവസം ഉണ്ടല്ലോ, ഇതിലേതായിരുന്നു സന്തോഷം? ശൗല് പറയും, ആ 3 ദിവസം എന്തൊരാനന്ദമായിരുന്നു, എന്തൊരാനന്ദമായിരുന്നു. ഭൗതിക ലോകത്തിൻ്റെ തിരക്കെന്ന് കണ്ണൊക്കെ അടച്ച് നിന്നെ മാത്രം കണ്ടുകൊണ്ടിരുന്ന, അകം ജ്വലിച്ചുകൊണ്ടിരുന്ന 3 ദിവസം. ഒരു കാര്യം ഉറപ്പാ, തമ്പുരാൻ തല്ലിക്കഴിഞ്ഞാൽ അത് ആസ്വദിക്കുന്നൊരു സുഖമാണ്. ഹല്ലേലൂയ. അതിന് തെളിവെന്താണെന്നറിയണ്ടേ? ഈ അച്ഛന്മാരെ നമ്മളെന്ത് ചെയ്യും? ഈ മക്കളെ തല്ലും. ഇപ്പോൾ ഒരു കൊച്ചു മോനെ അല്ലെ ഒരു മോളെ അപ്പൻ തല്ലിക്കഴിഞ്ഞാൽ എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയും, ഈ അമ്മ തല്ലിയ പിള്ളേർ മൈൻഡ് ചെയ്തു. അതൊക്കെ ചുമ്മാ നിസാര കാര്യമാണ്. പക്ഷെ പപ്പ തല്ലിയ കളി മാറും. പപ്പ തല്ലെങ്കിൽ അത് പരിഹരിക്കാൻ നിങ്ങളൊരാൾ മോനെ തല്ലുന്ന കണ്ടിട്ട് ഞാൻ പറയുക, കുഞ്ഞങ്കിളിൻ്റെ കൂടെ പോരെ, ഐസ്ക്രീം മേടിച്ചുതരാം, ഈ നാടെല്ലാം കൊണ്ട് കാണിക്കാം. അവൻ വരികയില്ല. തല്ലിയ പപ്പ അല്പം കഴിഞ്ഞ് പിടിച്ചിഞ്ഞെടുത്തിട്ട് ആ തല്ലിയ മുറിവിലേക്ക്, ആ ചെറിയ പാടില്ലേ, അതിലേക്ക് ഇങ്ങനെ തഴുകി, എന്തിനാ കുഞ്ഞിതൊക്കെ ചെയ്തേ, പോട്ടെ കേട്ടോ. കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര്, അപ്പയ്ക്ക് സങ്കടം. ആ 3 ദിവസം ശൗൽ അനുഭവിച്ച സുഖം ഈ സുഖമാണെന്ന്, ഈ സുഖം തമ്പുരാൻ്റെ സന്നിധി അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ അവൻ്റെ തല്ലെത്ര തവണ എനിക്ക് കിട്ടി, ആ തല്ലെത്ര നിങ്ങൾക്ക് കിട്ടി. തല്ല് മാത്രമല്ല, ആ തലോടലിൻ്റെ സുഖമാ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തി. ആ തലോടലായി എൻ്റെ ആനന്ദം. കോടിക്കണക്കിന് രൂപ ബാലൻസ് കിട്ടുന്നതിനേക്കാൾ, ഭൂമി സ്വന്തം പേരിൽ എഴുതുന്നതിനേക്കാൾ ഭക്തന്റെ ആനന്ദമേ എൻ്റെ അപ്പൻ എന്നെ തലോടുന്നു, അപ്പൻ എന്നെ സാന്ത്വനപ്പെടുത്തുന്നു, ആ കരവൻ്റെ ശരീരത്തിൽ വെക്കുന്നു. ശൗൽ അനുഭവിച്ചൊരു 3 ദിവസം. ശൗലിൻ്റെ അരിയിലേക്ക് പേരും പെരുമയില്ലാത്ത അനന്യാസ് എന്നൊരു മനുഷ്യനെ അങ്ങോട്ട് വിട്ടു. അനന്യാസ് വേറൊരുത്തുണ്ട്, ഒരു തല്ലിപ്പുള്ളി. അവൻ്റെ കാര്യമല്ല ഇത് കേട്ടോ. വെട്ടിപ്പടത്തിയ സഹോദരിയുടെ ഹസ്ബൻഡ്, പുള്ളി കണക്കാ. ഇതൊരു ദേവദാസനാണ്. ഇദ്ദേഹം കർത്താവ് പറഞ്ഞു, മോനെ, നേർവീഥി എന്ന തെരുവിൽ ഒരു പയ്യ പാർട്ടി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. സ്ഥലത്തിൻ്റെ പേര് നേർവീഥി എന്നാ. പക്ഷെ ഇവൻ ഇന്നുവരെ നല്ലൊരു വഴി കണ്ടിട്ടില്ല. വഴിയുമായിട്ട് ഒരു ബന്ധമില്ല, സ്ട്രെയിറ്റ് ഫോർവേഡ്, അതാ വഴി, നേർവീഥി. പക്ഷെ ഇവിടെ തപ്പല, ഒന്നും കാണുന്നില്ല. നീ പോകണം, കരം വെച്ച് പ്രാർത്ഥിക്കണം. അതെന്താ, ഈ തല്ലി കൊടുത്ത കർത്താവിനെ നേരിട്ടങ്ങ് സൗഖ്യമാക്കി കൂടെ? അതിന് കാരണം അത്രേ ഉള്ളൂ. വേറൊരാൾ നോക്കിയാലും ഈ പറഞ്ഞ കാര്യമൊക്കെ പ്രസംഗിക്കാം. പക്ഷേ എന്നെ ഇവിടെ അയച്ച എന്തിനാ? പാസ്റ്റർ നോക്കി ഇവിടെ ചെയ്യുന്ന കാര്യം മറ്റൊരു പാസ്റ്റർ അയച്ചാലും പറ്റും. പക്ഷെ എന്തിനാ പാസ്റ്റർ അയച്ചേ? എന്തിനാ ഈ അധ്യക്ഷനെ വിട്ടെ? എന്തിനാ ഈ പാട്ടുകാരെ വിട്ടെന്നറിയണ്ടേ?
ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് വില തരാനാ. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളൊരു വിഷയത്തിന് പ്രാർത്ഥിക്കാൻ തമ്പുരാൻ പറയുന്നതേ നമുക്ക് വില തരാനാ. നീ പ്രാർത്ഥിച്ചിട്ട് വേണം ഒരു വിടുതലേ. നിന്റെ കയ്യിലൂടെ എനിക്ക് വലിയൊരു പ്രവൃത്തി ചെയ്യാനുണ്ടേ. ആ കരം അങ്ങോട്ട് വച്ചിട്ട് ശൗലിനോട് പറയാ, സഹോദര ശൗലി, കാഴ്ച പ്രാപിക്ക. അവൻ കണ്ടു. ഡമാസ്കസിലെ ശിഷ്യന്മാരവനെ കൈക്കൊണ്ടു. ശൗലിൻ്റെ ഘട്ടം ഇങ്ങനെ: 1, അടി കിട്ടി, മാനസാന്തരം. 2, പരിശുദ്ധാത്മ സൗഖ്യം കിട്ടി, അക്ഷരാർത്ഥത്തിൽ കണ്ണവൻ കണ്ടു. 3, ശൗല് പരിശുദ്ധാത്മപൂർണനായി. അതും കഴിഞ്ഞ സ്നാനം. നമുക്ക് തിരിച്ചു കിട്ടിയെങ്കിൽ പരിശുദ്ധാത്മാ പൂർണ്ണനായി സ്നാനം. സ്നാനവും കഴിഞ്ഞിട്ട് പറയാ, ശൗൽ മേൽക്കുമേൽ ശക്തിപ്പെട്ടു. ഘട്ടം കണ്ട അനുഗ്രഹത്തിൻ്റെ. ഇതാ നമ്മുടെ ദൈവം. നമ്മളിതുവരെ അനുഭവിച്ചൊന്നും പൂർണ്ണതയല്ലെന്നേ. കാത്തിരിക്കുന്നു നമ്മളെ തേടിയ അനുഗ്രഹങ്ങൾ. ഇന്ന് പിരിയുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് പിരിയണം. എനിക്ക് ഒത്തിരി നന്മ ദൈവം തന്നു, ഒത്തിരി കൃപ തന്നു, പക്ഷെ ഇത് തുടക്കം മാത്രമാണ്. എന്നെ അനുഗ്രഹിക്കാൻ അവൻ ഇനിയും ബാക്കി വെച്ചിട്ടുണ്ട്. അതിന് കാലം തടസ്സമല്ല, പ്രായം തടസ്സമല്ല, ശരീരത്തിൻ്റെ ക്ഷീണം തടസ്സമല്ല. എന്നെ ഇനി ഉപയോഗിക്കുന്ന ഒരു മഹാദൈവത്തിൻ്റെ ശബ്ദമാണ് ഞാൻ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. താഴ്ത്ത് കാണുമ്പോൾ അവനെ കൊല്ലുവാൻ യഹൂദന്മാർ അവസരം തിരഞ്ഞു. ശക്തിപ്പെട്ട നിന്നെ ശത്രു ഉന്നമിട്ട് പെരുമാറുന്നുണ്ട്. ഒരവസരം കാത്ത് നിഴൽ പോലെ വരുന്നുണ്ട്. തൊറ്റു മുമ്പിലും പിമ്പിലും ശത്രുവിൻ്റെ സാന്നിധ്യമുണ്ട്. അത് കാണുമ്പോഴൊക്കെ പറയണം, സമയമാകാതെ, ദൈവത്തിൻ്റെ നിയോഗത്തിൻ്റെ സമയമാകാതെ എന്നെ ഒന്നും ചെയ്യാൻ ഡോക്ടറെ കുറിപ്പടിക്ക് കഴിയില്ല, ലോകത്തിൻ്റെ നിയമനത്തിന് കഴിയില്ല, സ്കാനിങ് റിപ്പോർട്ടുകൾക്ക് കഴിയുകയില്ല, ശത്രുവിൻ്റെ ഭീഷണികൾക്ക് കഴിയുകയില്ല. കാരണം എന്നോട് കൂടെ ഇരിക്കുന്നവൻ്റെ ബലം അത് ഉയരത്തിലെ ബലമാ, ആത്മനിറവിൻ്റെ ബലമാ, യേശുവിൻ രക്തത്തിൻ്റെ ബലമാ. ആ രക്തത്തിൻ്റെ ശക്തി ചൈതന്യം കൂടാതെ ഒരാളെങ്കിലും ഈ രാത്രി തിരുവചനം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഈ യേശുവിൻ്റെ സന്നിധിയിൽ നമുക്ക് അടുത്തിയെന്ന് ഈ കൃപയെ ധാരാളമായി ആസ്വദിക്കാൻ നമുക്ക് അടുത്തിയല്ല. പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടി അവസാനിപ്പിക്കുന്നു. നമ്മൾ എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാട്ടും. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഓഫറിങ് അർപ്പിക്കുന്നുണ്ട്. ദൈവജനം തങ്ങളെ തമ്പുരാനേൽപ്പിച്ച നന്മയുടെ അളവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്തോത്ര കാഴ്ചയായിട്ട് അർപ്പിക്കണം. അതിനുശേഷമേ പിരിയാവൂ. പക്ഷെ ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും യേശുവിനെ കൈക്കൊണ്ടുവരാം. ഒരുപക്ഷെ എല്ലാവരും. പക്ഷെ ഞങ്ങൾ ഈ തമ്പുരാൻ തന്നിട്ടുള്ള ഒരു നിയോഗമനുസരിച്ചൊരു ചോദ്യം, ഈ യേശുവിനോട് ചേർന്ന് സ്തെഫാനോസിനെ പോലെ, പൗലോസിനെ പോലെ പരിശുദ്ധാത്മപൂർണരായി നിന്ന് എനിക്ക് യേശുവിനെ സേവിക്കണം, എനിക്ക് യേശുവിൻ്റെ പൈതലാകണം, എനിക്ക് നിമജ്ജന സ്നാനമേൽക്കണം, എനിക്ക് ആത്മനിറവിനെ പ്രാപിക്കണം, എനിക്ക് യേശുവിനെ ചങ്കുറപ്പോടെ പ്രസംഗിക്കണം, ധൈര്യസമേതം യേശുവിന് വേണ്ടി നിൽക്കണം. ഈ ആഗ്രഹങ്ങൾ ആർക്കുണ്ട്? ഒരാൾക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആത്മപ്രേരണ ഉള്ളവർ മാത്രം. അകത്ത് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സഹോദരൻ കരമുയർത്തി, കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മറ്റൊരാൾ കൂടി കരമുയർത്തി, യേശു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൗവന രക്തം സിരകളിലോടുന്ന 2 ചെറുപ്പക്കാർ കരമുയർത്തി, ചില സഹോദരിമാർ കരമുയർത്തുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇത് സവിശേഷതയുള്ളൊരു ദിവസമാണ്. കരങ്ങളെ താഴ്ത്തിയിട. ഈ കൂടെ അടുത്ത ചോദ്യം, രോഗികൾ, നാളുകളായി വിട്ടുമാറാത്ത രോഗം, ഒരു സൗഖ്യവും സന്തോഷമില്ലാത്ത അവസ്ഥ, കുടുംബത്തിന് ആനന്ദമില്ലാത്ത അവസ്ഥ, മദ്യം തകർത്ത ജീവൽ പ്രതിസന്ധിയിൽ ഉഴലുന്ന വ്യക്തികൾ, മയക്കുമരുന്നുകൾ തകർത്ത് കളഞ്ഞ വ്യക്തികൾ, അങ്ങനെ അകത്തോ പുറത്തോ ഒരാളെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ, നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോയാ ഒരു കാര്യം ഉറപ്പാ, പ്രസംഗിക്കുന്ന ഞാൻ ദിവ്യനല്ല, ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആരും അത്ഭുതക്കാരല്ല. പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്നവൻ സർവശക്തൻ, ഞങ്ങൾ ഉയർത്തുന്നവൻ ഗിലയാദിലെ പരമവൈദ്യൻ, അവിടത്തേക്ക് കഴിയാത്ത ഒന്നുമില്ല. അതുകൊണ്ട് ജൂദാ ഗോത്രത്തിലെ സിംഹമായവൻ്റെ ഗർജനത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ വേദനകൾ മുഴുവൻ പരിഹരിക്കുന്ന ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സമസ്തവും കർത്തൃകരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്.